KB Studios, it's all about movies. ഹലോ അങ്കിൾ, എനിക്കെന്തോ പേടിയാവുന്നു. പുള്ളി ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അങ്ങോട്ടെങ്ങാനും വന്നോന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. ഇതുവരെ വന്നില്ലേ? മണി 1 അവനിത് ഇവിടെ പോയി കിടക്കുക. അവൻ ഇതുവരെ വീട്ടിലേക്ക് വന്നില്ലേ? അയ്യോ. ഹലോ, മീറ്റ് ടെക്നോളജീസ്. ഹലോ, I'm Arika, Sanjay's wife. I just wanted to check if he's at office or has he stepped out for any assignment? Let me check, ma'am. Can you please hold? Ma'am, he's not here and he's not come to the office since the past 2 days as well. Oh, okay. Thank you. എടാ, നീ സഞ്ജയ് അവസാനമായിട്ട് എപ്പോഴാ കണ്ടത്? ഞാൻ അവനെ കണ്ടിട്ട് 3-4 ദിവസമായല്ലോ. സഞ്ജയ് എന്തെങ്കിലും ഫോൺ ചെയ്തിരുന്നു? അവൻ 2 ദിവസമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല. നിനക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ പ്ലീസ്. എന്തായാലും ആരിക ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നത് നല്ലത്. ഡെൽറ്റ പി8 കമിൻ. SP ബോയ്സ് ഹോസ്റ്റലിൽ എന്തോ ബഹളവും പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. നെയ്ബേഴ്സ് കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് വേഗം അങ്ങോട്ട് പോയി നോക്കുക. ഈ പെട്രോളിംഗ് വെഹിക്കിൾസ് ഒക്കെ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? വൈറ്റ് ഹൗസ് പബ്ബിൽ സംഘർഷം നടക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലുക. കാനൂർ ലേക്കിന് സമീപത്ത് നിന്നായി ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. എത്രയും വേഗം ഗേറ്റ് ക്ലോസ് ചെയ്യുക. ശിവനഗള്ളി റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് ഒരു സൂയിസൈഡ് കേസ്. ഏകദേശം 30-36 വയസ്സ് പ്രായം. ബോഡി ഐഡന്റിഫൈ ചെയ്യാനായിട്ടില്ല. ആംബുലൻസ് അയക്കുക. ഓവർ. വാച്ച് ഞാൻ ടേബിളിന് മുകളിൽ വെച്ച് പെട്ടെന്ന് എങ്ങനെ കാണാതാകുന്നത്? ഇതിപ്പോ ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് വേറെ എന്തൊക്കെ ഇവൻ എന്റെ കണ്ടിട്ടുണ്ടാവും. പൊന്നി ചേച്ചി, എന്നെ കണ്ട ഒരു കള്ളലക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കള്ളനൊന്നും അല്ല. ഒരു കംപ്ലൈന്റ് തരാനുണ്ട്. തന്നെ ഇവനെ കണ്ടറിഞ്ഞൂടെ സാറേ? ഇവൻ തന്നെ കട്ടത്. പിന്നെ നിങ്ങൾ മൈസൂർ പാലസിന്റെ രാജാക്കന്മാരല്ലേ അവിടുന്ന് വെക്കാനായിട്ട്? നീ കൂടുതൽ സംസാരിക്കണ്ട സാർ. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. പിടിച്ച് നാളെല്ലാം കൊടുക്ക്. ഇതിപ്പോ സ്വർണ്ണോ വെള്ളിയൊന്നും അല്ലല്ലോ സാറേ, ഒരു ദുക്കടാ വാച്ചല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കംപ്ലൈന്റ് തരാനുണ്ട് സാറേ. എല്ലാ ദിവസവും എന്റെ ബീഡി പാക്കറ്റിൽ നിന്ന് 4-5 ബീഡി കാണാൻ പോകുന്നുണ്ട്. എനിക്ക് ഇയാളെ സംശയമുണ്ട് സാറേ. ഞാൻ എന്റെ റോളക്സ് വാച്ചിന്റെ കാര്യം പറയുമ്പോൾ നിന്റെ ഒരു ബീഡി, നീ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും അങ്ങനെ ഒരു വാച്ച് മേടിക്കാൻ പറ്റില്ല. അതെ, ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് ആരെങ്കിലും കെയർലെസ് ആയിട്ട് വെക്കും? അതൊക്കെ ഇവളോട് ചോദിച്ചാൽ മതി. 24 മണിക്കൂറും TV ഫോണുവാ. അതിന്റെ മുന്നിൽ നിന്ന് മാറാൻ സമയമില്ല. വീട്ടിലെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാറില്ല ഇവള്. നിങ്ങൾ നേരത്തിന് വീട്ടിൽ പോലും വരാറില്ല, എന്നിട്ട് എന്റെ നേരം വെക്കിട്ട് കയറുക. നിന്റെ ഫോൺ ബിൽ അടക്കണ ഞാനാ. നീ 24 മണിക്കൂർ അതിനകത്തല്ലേ? നിങ്ങൾ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഏതൊരു ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്നും പറയാറില്ലല്ലോ. ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ. സമയം വൈകി, നിങ്ങൾ കുട്ടിയെ കൊണ്ട് പോകാൻ നോക്ക്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവന്റെ കാര്യമൊക്കെ വിട്ടേക്ക് സാറേ. എനിക്ക് എന്റെ വാച്ച് കിട്ടിയാൽ മതി. മേഡം, നിങ്ങളെങ്കിലും ഈ കുട്ടിയെ കൊണ്ടൊന്ന് പോകും. എന്റെ മാത്രം കൊച്ചൊന്നും അല്ലല്ലോ. ഇയാൾക്ക് വേണമെങ്കിൽ ആള് കൊണ്ടുപോട്ടെ. സാറിന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഇവന്റെയൊക്കെ തനി നിറം എന്താ.
സ്വഭാവം കൊണ്ട് നിങ്ങൾ സാക്ഷാൽ രാവണൻ തന്നെയാ. സാറേ ദേ എൻ്റെ ബീഡി. വിലപിടിപ്പുള്ള പലതിൻ്റെയും പിന്നാലെ അലയുമ്പോൾ അതിനേക്കാൾ മൂല്യമുള്ള പലതും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. പൊട്ടിപ്പോയത് വെറും ഒരു വാച്ചല്ല, നിങ്ങളുടെ മകൻ്റെ മനസ്സുകൂടിയാ. ശ്രദ്ധിക്കുക. പവൻ സർ, ഒരു കംപ്ലൈൻറ്റ് കേട്ടാൽ മാത്രം പോരാ, അതിലൂടെ സഞ്ചരിക്കാൻ വേണം. ഒരു കണ്ണ് കംപ്ലൈൻറ്റ് പറയുന്നവർക്ക് കൊടുക്കുക, മറുകണ്ണ് അവർ പറയുന്ന വിഷയത്തിലേക്ക് തിരിക്കുക. നമ്മൾ അന്വേഷിക്കുന്നത് എപ്പോഴും നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവണമെന്നില്ല. ഫോക്കസ് ഒന്ന് ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്യുക, കാണേണ്ടതെല്ലാം കാണും. എൻ്റെ പേര് ആരിക. മൈ ഹസ്ബൻഡ് ഇസ് മിസ്സിങ്. അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയ്. ഹീസ് എൻ അക്കൗണ്ടൻറ്റ്. ഞങ്ങളുടെ വീട് താത്തകുണി എസ്റ്റേറ്റിലാണ്. ഇന്നലെ രാത്രി തൊട്ട് പുള്ളി വീട്ടിലെത്തിയിട്ടില്ല. ഇത്ര പെട്ടെന്ന് മിസ്സിംഗ് ആണെന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെ? അതല്ല, ദിസ് ഈസ് വെരി അൺയൂഷ്വൽ. ഞാൻ പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഓഫീസിലും പേരൻസിനോടും എല്ലായിടത്തും വിളിച്ച് അന്വേഷിച്ചതാ. ആർക്കും ഒരു ഐഡിയ ഇല്ലെന്നാണ് പറയുന്നത്. എനിക്കെന്തോ പേടിയാവുന്നു സാർ. ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടോ? അമ്മേ, എന്നെ എന്താ നേരത്തെ വിളിക്കാഞ്ഞേ? ഇറ്റ്സ് ഓൾറെഡി 12:01. എന്റെ സ്പെഷ്യൽ മിനിറ്റ് അല്ലേ മിസ്സായി പോയത്? എൻ്റെ കുഞ്ഞാവയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മിനിറ്റും സ്പെഷ്യൽ തന്നെയാണ്. ഹാപ്പി ബർത്ത്ഡേ മൈ ലിറ്റിൽ ഡെവിൽ. ഹാപ്പി ബർത്ത്ഡേ. എന്നാ പിന്നെ ഫോട്ടോഷൂട്ട് തുടങ്ങല്ലേ? ഓബ്വിയസ്ലി. അമ്മേ, റൂമിൽ ഫോണിന്റെ ചാർജർ ഇരിക്കണ്ടോ, ഒന്ന് എടുത്തേരോ? വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ മാഡം? തൽക്കാലം അത് മതി. ദേ വരുന്നു. ഹാപ്പി ബർത്ത്ഡേ മോം. നിധി മോളെ, നീ എന്തിനാ എൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്? കാരണം ഒരു കുട്ടി ജനിക്കുമ്പോഴാണ് ഒരു അമ്മയും ജനിക്കുന്നത്, അതുകൊണ്ടാണ്. സോ ടുഡേ ഈസ് യുവർ ബർത്ത്ഡേ ടു. അമ്മേ, അമ്മയുടെ പഴയ ഫോട്ടോസിലൊക്കെ എന്ത് സുന്ദരിയായിട്ടിരിക്കും അമ്മ. ഞാൻ ഇതുവരെ അമ്മയെ ആ കോലത്തിൽ കണ്ടിട്ടേ ഇല്ല. നമുക്ക് പഴയ പോലെയൊക്കെ ഒന്ന് ആവാമേ, നല്ല രസമായിരിക്കില്ലേ? പ്ലീസ്. അതിനുവേണ്ടി ഈ മേക്കപ്പ് കിറ്റ്. ഐ റിയലി ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അമ്മേ, എന്താ പറ്റിയേ? ഈ ഗിഫ്റ്റ് ഇഷ്ടാവത്തുണ്ടോ? അല്ല, ഇറ്റ്സ് നൈസ്. നല്ല ഗിഫ്റ്റാ. താങ്ക് യു. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ? ഈ ഗിഫ്റ്റ് കണ്ടപ്പോ എന്തിനാ അപ്സെറ്റ് ആയേ? ഐ റിയലി സോറി അമ്മേ. അമ്മ സാധാരണ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ ഇത്രയ്ക്ക് വിഷമാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഐ എം സോറി അമ്മേ.
അമ്മയ്ക്ക് എന്താ പറ്റിയെന്നെങ്കിലും പറ. എനിക്ക് എന്ത് പറ്റാനാ നിധി? എന്തൊക്കെ ഓർമ്മ വന്നു. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. എപ്പോഴും നീ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് എനിക്കുള്ളൂ. അമ്മേ, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയോട് ഷെയർ ചെയ്യാറുള്ളതല്ലേ. പക്ഷെ അമ്മ എന്താ എന്നോട് ഒരു കാര്യം തുറന്നു പറയാത്ത? പ്ലീസ് അമ്മേ, ടോക്ക് ടു മീ. നിധി, നീ ആ ഗ്ലാസ്സിങ് തന്നെ. വാട്ട്സ് റോങ് വിത്ത് യു മോം? വൈ ആർ യു ലൈക്ക് ദിസ്? ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതാണോ അമ്മയ്ക്ക് ഇമ്പോർട്ടന്റ്? ഇതാ പിടിക്ക്, ക്ലീൻ ചെയ്താ. Really, Mom? Sometimes I feel like I don't even know you, അമ്മേ. നിധി, എന്നെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഓക്കെ ആവും. അങ്ങനെയല്ലേ? നിധി, നിന്റെ സ്പെക്സ് അത് വെക്ക കേട്ടോ. വെറുതെ തലവേദന വരുത്തി വെക്കല്ലേ. ഹലോ കുഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ. മുത്തശ്ശ, ഞാൻ ഇപ്പോഴൊരു കുഞ്ഞൊന്നും അല്ല. ഐ എം 18 now. എന്താ പറ്റിയത്? പിന്നെ രണ്ടാൾ വഴക്കിട്ടോ? വിട്ടുകള കുഞ്ഞു. മോളെ, നിന്റെ അമ്മയ്ക്ക് നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാനാവില്ല. എല്ലാ ഉത്തരങ്ങളും ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എല്ലാ കാര്യങ്ങളും അമ്മയിൽ നിന്ന് അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. But I don't think that will ever happen. നിധി, നിന്റെ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച മോശം കാര്യങ്ങളിൽ നിന്നൊക്കെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും അവൾ ശ്രമിക്കുന്നത്. But I feel like as if she is rejecting me, മുത്തശ്ശ. മുത്തശ്ശനെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ. എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മുത്തശ്ശൻ അറിയാലോ. എന്നെ ഇപ്പൊ ഒന്ന് സഹായിക്കാൻ പറ്റൂല്ലയോ? അത് മാത്രം പറ. മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ അമ്മയ്ക്ക് ഇതൊന്നും തീരെ ഇഷ്ടമാവില്ല. അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശ. I can't take this anymore. അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് അമ്മയുടെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറ്റില്ല എന്ന് പറയില്ല മുത്തശ്ശ. ശരി കുഞ്ഞൂസേ. ഹലോ, ബെല്ലടിക്കണ്ട, കോൾ ചെയ്താൽ മതി. ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഇതാ ഇവിടെ സൈൻ ചെയ്തത്. അവർക്കിപ്പോൾ കല്യാണം കഴിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. ഇതിപ്പോൾ ആര് സമ്മതിക്കുമെന്ന് വിചാരിച്ചിട്ടാ? എന്നാലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് ഈ കല്യാണം നടത്തി. നിങ്ങൾ എന്തു പറഞ്ഞു എന്നാ? അവള് പ്രഗ്നന്റ് ആയിരുന്നു. അത് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തി നടത്തിയതാ. ശാരദേ, അവർ തമ്മിൽ എങ്ങനെയായിരുന്നു? അതായത് തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ? ഇല്ല സർ, എനിക്കറിയാവുന്നിടത്തോളം അവർക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇങ്ങേർക്ക് അതൊന്നും അറിയില്ല സാറേ. എന്റെ മോനെ പറ്റി എനിക്കല്ലേ അറിയൂ. അവനൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ഞാൻ അവനെ പൊന്നുപോലെ നോക്കി വളർത്തിയതാ. ഒരു കോഫി കപ്പ് പോലും അവനെ കൊണ്ട് എടുപ്പിച്ചിരുന്നില്ല. പക്ഷെ അവളുടെ വീട്ടിൽ എല്ലാ ജോലികളും അവനാ ചെയ്തിരുന്നേ. 3 ദിവസം കൂടുമ്പോ വയ്യാന്നും പറഞ്ഞ് അവള് കയറി കിടക്കും. സഞ്ജയ്ക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പിന്നെ വീട്ടിലെ ജോലിയെല്ലാം അവൻ തന്നെ ചെയ്തിരുന്നേ. എന്നെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ട് നടക്കുമായിരുന്നു. അത് പക്ഷെ എന്റെ മദറിലേക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് വഴക്കിട്ടെ. അങ്ങനെ പറ്റാതായിപ്പോ അവളൊരു വേലക്കാരിയും വെച്ചു. ഇവളുമായി ഒത്തുപോകാത്തതുകൊണ്ട് അവരവരുടെ പാട്ടിന് പോയി. വേലക്കാരിയോ? അവിടെ നിന്ന് ഇറങ്ങിപ്പോരാതെ വേറെ വഴിയില്ലായിരുന്നു സാറേ. അവക്ക് പ്രാന്താന്നേ. ആ പെണ്ണുപിള്ളക്ക് പ്രാന്താ. അവര് പറയുന്നത് പോലെ തന്നെ തുണി ഉണക്കി വെക്കണമെന്ന്. അടിച്ചു വാരിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു പൊടി കിടന്ന് അതോടെ തീർന്നു. എന്ത് പറയാനാ? ഇപ്പൊ വരുന്ന ചൂലോണ്ടടിച്ചാ എവിടെ നിന്ന് പൊടി പോവാനാ? എല്ലാം സഹിച്ച് ഞാൻ അവിടെ നിന്നതാ. മനുഷ്യനല്ലേ സാറേ, നമുക്കും ആത്മാഭിമാനമൊക്കെ ഉള്ളതല്ലേ. അത് മാത്രമല്ല സാറേ, എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് അവിടെ. 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. ദാറ്റ്സ് ട്രൂ. ഇത് തന്നെ നോക്ക്, ഈ ഫയൽസ് ശരിക്കും അടുക്കി വെച്ചിട്ടില്ല. ആ ഡസ്റ്റ്ബിന്നിന് ചുറ്റും എത്ര വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. പെൻ ക്യാപ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുക. ആ ബോട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഓൾ ദിസ് ഇസ് ഡ്രൈവിംഗ് മീ ക്രേസി. വീടല്ല സാറേ, മിലിറ്ററി ക്യാമ്പാ അത്. ആ കാര്യം അങ്ങോട്ട് പോട്ടേന്ന് വെച്ചാലും ആ പെങ്കൊച്ചിന്റെ കാട്ടായം കണ്ടിട്ട് ആ ചെക്കൻ അവിടെ എങ്ങനെ ജീവിക്കുന്നോ എന്തോ. സാർ, മറ്റുള്ളവരുടെ കാര്യത്തിലേ തലയിടുന്നത് ശരിയല്ലാത്തോണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. സഞ്ജയ് പെട്ടെന്ന് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. നോ, സഞ്ജയ് ഓൾവേസ് ഹാഡ് ഹോപ്പ് ഇൻ എവറിത്തിങ്. അവനൊരിക്കലും ഇത്രയും ദിവസമൊന്നും എന്നെ പിരിഞ്ഞ് നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്
എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ പേടി സർ. നിലവിൽ സഞ്ജയ്ക്ക് അങ്ങനെ അപകടം പറ്റിയതായിട്ട് ഇതുവരെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടൊക്കെ അറിയേണ്ടതായിരുന്നു. ലെറ്റ്സ് ബി പോസിറ്റീവ്. സർ ചായ. മാം കോഫി. പ്ലീസ് ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്കൊരു ഗ്ലാസ് ചായ തരാമോ? ഐ ഡോണ്ട് ഡ്രിങ്ക് കോഫി. ഓക്കെ മാം. പവൻ, ഏലക്ക എത്ര ഇടാനാ പറഞ്ഞേ? 1. ഞാൻ പറഞ്ഞത് 2 അതും തിളയ്ക്കുന്നതിന് മുൻപല്ല, അതിന് ശേഷം. സാർ അത് എവറി ലിറ്റിൽ ഡീറ്റെയിൽ മാറ്റേഴ്സ് പവൻ. നോട്ട് ചെയ്ത് വെക്കേ. ശരി സാർ. ബുക്കിലല്ല. സഞ്ജയ്ക്ക് ജേണലോ ഡയറിയോ മറ്റോ എഴുതുന്ന ശീലമുണ്ടോ? ഇല്ല, ആക്ച്വലി അത് എൻ്റെ ശീലമായിരുന്നു സർ. ഒരു കാലത്ത് എനിക്ക് ഡയറി എഴുതി തീർക്കാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ സഞ്ജയ്ക്ക് അതൊന്നും ഇഷ്ടമായിരുന്നില്ല. നല്ല മെമ്മറീസൊക്കെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെയല്ലാത്തത് നമ്മളായിട്ട് തന്നെ മറക്കാൻ ശ്രമിക്കുകയും വേണം. ഇതെല്ലാം നീ കുത്തിക്കുറിച്ച് വെക്കുന്ന എന്തിനാണെന്ന് ചോദിക്കാറ്. സാറേ, ഇതിലൊരു സൈൻ ചെയ്യണമായിരുന്നു. ആ, എക്സ്ക്യൂസ് മീ. ഏലക്ക ശരീരത്തിലെ സെറോട്ടിൻ ലെവൽ കൂട്ടാൻ സഹായിക്കും. അത് നിങ്ങളുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറച്ച് നിങ്ങളെ കാമാക്കാൻ ഹെൽപ്പ് ചെയ്യും. കുടിക്കുക. അപ്പോൾ പറയാം, നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെ തുടങ്ങി? നിങ്ങളുടെ ഏർലി മാരേജ് ആയിരുന്നല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം സഞ്ജയ് കാണുന്ന സമയത്ത് അവനൊരു ടൈ കെട്ടാൻ സ്ട്രഗിൾ ചെയ്യായിരുന്നു. It was so adorable. അവൻ എൻ്റെ അടുത്ത് വന്ന് ആദ്യം ചോദിച്ചെന്താണെന്നറിയോ? Will you marry me? കണ്ട ഉടനെ തന്നെ പ്രപ്പോസ് ചെയ്തെന്നു? അല്ല, അവൻ ആക്ച്വലി ചോദിച്ചത് Will you help me? അത് പക്ഷെ ഞാൻ കേട്ടത് വലിയ മാരിനെന്നായിരുന്നു. ഞാൻ അപ്പം തന്നെ അവനോട് യെസ് പറഞ്ഞു. ദ സെക്കൻഡ് ഐ ലുക്ക്ഡ് ഇൻടു ഹിസ് ഐസ് ഐ ന്യൂ ഇനി എൻ്റെ ജീവിതാവസാനം വരെ അവൻ എൻ്റെ കൂടെ ഉണ്ടാവുന്നു. അവൻ എന്നെ കെട്ടുന്നതിന് മുമ്പ് ഞാനാ സത്യത്തിൽ അവനെ കെട്ടിയത്. ദാറ്റ്സ് ഇറ്റ്. ഐ വാസ് ഹിസ് ആൻഡ് ഹി വാസ് മൈൻ. എൻ്റെ അമ്മ ഇന്ന് വരെ എനിക്ക് വാരി തന്നിട്ടില്ല, പക്ഷെ അവൻ തരുമായിരുന്നു. ഡു യു ലവ് മീ? Yes. അച്ഛൻ ഇന്ന് വരെ എനിക്കൊരു കൈത്താങ്ങായിട്ടില്ല, പക്ഷെ അവൻ എന്നെ എന്നും സപ്പോർട്ട് ചെയ്തു, എല്ലാ വീഴ്ചകളിൽ നിന്നും സംരക്ഷിച്ചു. രാവും പകലും എത്ര നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താലും തിരിച്ച് വീട്ടിലെത്തുന്ന നിമിഷം ഞാൻ അവനെ മിസ് ചെയ്ത് തുടങ്ങും. Do you love me more than anything else in the whole world? Of course. Promise me you will never stop loving me. I promise. ഞങ്ങളിരുവരും പരസ്പരം ഒരുപാട് അടുക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സ്നേഹത്തിന് അതിർവരമ്പുകളില്ലാതായി. ആ സ്നേഹത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നാവുകയായിരുന്നു. ദാറ്റ്സ് വെൻ ഐ കൺസീവ്ഡ്. പക്ഷെ ഞാനതോർത്ത് പേടിച്ചൊന്നുമില്ല. ഭാവിയിൽ സംഭവിക്കാനുള്ളത് ഇപ്പോഴേ സംഭവിച്ചല്ലോ എന്നോർത്ത് സന്തോഷിച്ചു. ആർക്കും ഇഷ്ടമായിരുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് മീ ആൻഡ് സഞ്ജയ് അഗൈൻസ്റ്റ് ദ ഹോൾ വേൾഡ്. സംഹൗ എല്ലാവരും കൺവിൻസ് ചെയ്ത് കല്യാണം കഴിച്ചു. ഇപ്പോഴും ഞാൻ തന്നെ സഞ്ജയ്ക്ക് ടൈ കെട്ടി കൊടുക്കാറ്. ഇറ്റ് വാസ് എ ഹാപ്പി എൻഡിങ്. ഞങ്ങളുടെ ഹാപ്പിനെസ് ഒക്കെ എൻ്റെ ആയതപ്പോഴാ. എങ്ങനെ? ആദ്യം അവള് ഞങ്ങളുടെ മകനെ ഞങ്ങളിൽ നിന്ന് അകറ്റി. അതിനുശേഷം ഞങ്ങളുടെ പേരക്കുട്ടിയെ നഷ്ടപ്പെടുത്തി. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് അവള് വണ്ടി എടുത്തോണ്ട് പോയി. പോയ വഴിക്ക് ആക്സിഡന്റുമായി, അബോർഷനുമായി. എൻ്റെ ശാരദേ, നമ്മളെക്കാൾ എത്രയോ കൂടുതൽ അവള് വിഷമിച്ചിട്ടുണ്ടാവും. സമയദോഷം എന്നല്ലാതെ വേറെന്ത് പറയാനാ സാറേ? സമയദോഷം കൊണ്ടൊന്നും അല്ല സാറേ, അവരുടെ രണ്ടുപേരുടെ ജാതകം ചേരാത്തോണ്ടാ. ഗർഭം അലസി പോയതിനു ശേഷം അവൾക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാരെല്ലാവരും കൂടെ കൂടി വിധി എഴുതി. അവരായി അവരുടെ പാടായി. നമ്മൾ എന്തിനാ ഇതിലൊക്കെ തലയിടുന്നേ? ഞങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്ന് ഇങ്ങനെ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
എങ്ങനെ നേരിടണമെന്ന് പോലും അറിയാതെ ഞങ്ങൾ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിന്നുപോയി സാറേ. പക്ഷെ അവള് മാത്രം എല്ലാ വേദനയും ഉള്ളിലൊതുക്കി മുന്നോട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. അവൾക്ക് അതിനുള്ള ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നെ എന്നും സമാധാനപ്പെടുത്തിയത് അവനായിരുന്നു. എപ്പോഴെങ്കിലും ഹേർട്ടായ അല്ലെങ്കിൽ ഞാൻ അപ്സെറ്റായ എനിക്ക് ദേഷ്യം വന്ന അവൻ പതുക്കെ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ മുഖം 2 കൈയിലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വയ്ക്കും. എന്നിട്ട് ആ നെഞ്ചിലേക്ക് ചേർത്ത് എന്നെ ശക്തിയായി കെട്ടിപ്പിടിക്കും. ആ സമയത്ത് അവൻ്റെ ഹൃദയമിടിപ്പുകളല്ലാതെ ഈ ലോകത്തെ മറ്റൊന്നും ഞാൻ അറിയാറില്ല. ആ മിടിപ്പുകൾക്കിടയിൽ എൻ്റെ വേദനകളെല്ലാം അറിഞ്ഞു. അയ്യേ, അതൊക്കെ പഴയ കഥകളല്ലേ സാറേ. പക്ഷെ ഇപ്പൊ രണ്ടുപേരും കൂടി കണ്ടാ കീരിയും ബാബു തന്നെയാ. സാറേ, വയറ്റിപ്പഴപ്പിന്റെ കാര്യാ. ഞാൻ എന്തിനാ കണ്ടവരുടെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇനിയും 4 വീട്ടിൽ കയറാനുള്ളതാ. ഞാനെന്നാ അങ്ങോട്ട്. സവിതാമ്മേ, കണ്ടവരുടെ കാര്യമൊക്കെ നമ്മൾ അറിയുന്ന എന്തിനാ? ഞാൻ ദേ ഈ ചെവി കൂടെ കേട്ട ആ ചെവി കൂടെ അങ്ങ് വിട്ട് കളയുന്നേ. സവിതാമ്മ പറയേ. സാറേ, അവരുടെ 2 പേരുടെ ബെഡ്റൂമിലെ പെരുമാറ്റം കണ്ടാ എനിക്കറിഞ്ഞൂടെ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവർ 2 പേരും അടയും ചക്കരയാ. പക്ഷെ ബെഡ്റൂമിൽ കയറിയ 2 തലക്കല. 2 തമ്മിൽ അടിയാ സാറേ. അങ്ങനെയാണെങ്കിൽ 2 പേരിൽ ആർക്കെങ്കിലും വല്ല അഭേദം ഉണ്ടായിരിക്കും അല്ലേ? ഇല്ല, സഞ്ജയ് എന്നും എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചേ? ഇറ്റ്സ് ജസ്റ്റ് എ റൂട്ടീൻ ക്വസ്റ്റ്യൻ. ഡോണ്ട് വറി. അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ? May 22nd. It was my birthday. ഓഫീസിൽ നിന്ന് വന്ന് അവൻ തന്നെ ഒരു കേക്ക് ബേക്ക് ചെയ്ത് എന്നെ കൊണ്ട് കട്ട് ചെയ്യിച്ചു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡെവിൾ. അന്ന് എനിക്ക് അവനൊരു ഗിഫ്റ്റ് തന്നു. അത് ഓപ്പൺ ചെയ്തപ്പോൾ ഇറ്റ് വാസ് എ ഹാർട്ട് ഷേപ്ഡ് ആൻറ്റിക് മിറർ. ഐ ലവ്ഡ് ഇറ്റ്. അതിനേക്കാൾ എനിക്കിഷ്ടമായത് അവൻ്റെ ആ ജോക്കായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് തരിക, സൂക്ഷിച്ചു വെച്ചണം കേട്ടോ. എപ്പോൾ എൻ്റെ ഹൃദയം എടുത്ത് നോക്കിയാലും അതിൽ നിന്റെ മുഖം കാണാൻ പറ്റും. വിവാഹം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലും സന്തോഷിക്കാൻ എപ്പോഴും ഒരു കാരണം വേണം. പക്ഷേ വഴക്കുണ്ടാവുന്നത് എവിടെന്നാന്ന് പോലും അറിയില്ല. അന്നും അതുപോലെ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. ദേഷ്യപ്പെട്ട് അവൻ ഇറങ്ങിപ്പോയി. ആ രാത്രിയായിരുന്നു ഞാൻ അവനെ അവസാനമായി കണ്ടത്. സഞ്ജയ്ക്ക് പുറത്ത് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ ഉള്ളതായിട്ടറിയോ? നോ, എവ്രിബഡി ലവ്ഡ് സഞ്ജയ്. പക്ഷെ അവൻ്റെ കമ്പനിയിലേക്ക് പുതിയൊരു MD ജോയിൻ ചെയ്തതായി എന്നോട് പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥ് എന്ന പേര്. ആക്ച്വലി അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൻ റിസൈൻ ചെയ്യാൻ പോകണമെന്ന് ഇടയ്ക്ക് എന്നോട് പറഞ്ഞിരുന്നു സർ. എൻ്റെ ബർത്ത്ഡേയുടെ അന്നുകൂടെ എന്തോ 1 2 പറഞ്ഞു തുടങ്ങി അവരുടെ വഴക്ക് അവസാനം ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ആയെന്നാണ് ഞാൻ അറിഞ്ഞു. ഇനി സമയം എടുക്കും. Yeah, I will just check. Sir, excuse me, sir. Sir, you can't go in. Sir, please. Sir. Sir, I tried to stop them, sir. They passed in. സിദ്ധാർത്ഥ്, കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 5 കമ്പനികൾ നിങ്ങൾ ചേഞ്ച് ചെയ്തു. 2 ഹരാസ്മെന്റ് കേസുകളുണ്ട്, 1 അസോൾട്ട് കേസ്. പിന്നെയുള്ളൊരു കേസ് ഔട്ട് ഓഫ് ദി കോർട്ടിൽ നിങ്ങൾ സെറ്റിൽ ചെയ്തു. HSR പോലീസ് സ്റ്റേഷനിലും കൂടെ എൻ്റെ പേരിൽ ഒരു കേസുണ്ട് സാറേ. യു ക്യാൻ നോട്ട് ഇറ്റ്. ആളുകളെ ശമ്പളത്തിന് വെച്ച് ജോലി ചെയ്യിക്കുന്നെന്ന് വെച്ച് ഞാനൊരു വില്ലനൊന്നുമല്ല.
They were all just professional disagreements. അല്ല സാറേ, സാറിന് അടുത്ത കാലത്തായിട്ട് കുറച്ച് അധികം പ്രൊഫഷണൽ ഡിസഗ്രിമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. മെയ് 22 പോലും നിങ്ങൾ ഈ പറഞ്ഞ സഞ്ജയ് തമ്മിലൊരു സഞ്ജയിന്റെ പേരിൽ കേസ് നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടോ? ആ, യു വാണ്ട് മീ ടു കോൾ മൈ ലോയർ? സഞ്ജയ് കേസ് ഫയൽ ചെയ്തിട്ടില്ല. സഞ്ജയ് ഇസ് ദ കേസ്. ഹി ഈസ് മിസ്സിംഗ്. ഹി ഈസ് മിസ്സിംഗ്? അവനത് പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് വരുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ദിസ്. 22 രാത്രി മുതൽ സഞ്ജയെ കാണാനില്ല. ആ സമയത്ത് നിങ്ങളെവിടായിരുന്നു? ആ സമയത്ത് ഞാനൊരു ചാരിറ്റി ക്ലബിലായിരുന്നു, ഫണ്ട് റേസിംഗിനായിട്ട്. നിങ്ങൾ പോയത് ചാരിറ്റി ക്ലബിലേക്കായിരുന്നില്ല, ഫൈറ്റ് ക്ലബിലേക്കായിരുന്നു തോന്നുന്നു. ഞാനൊരു എപ്പിലിപ്സി പേഷ്യൻ്റാണ്. ഐ ഹാഡൻ ടേക്കൻ മൈ ടാബ്ലറ്റ്സ്. അന്ന് എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഐ ജസ്റ്റ് ഹാഡ് എ ഫോൾ. അന്നേ ദിവസം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ എപ്പോഴൊക്കെ ആരുടെ കൂടെ ഉണ്ടായിരുന്നു, എക്സാക്ട് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിരിക്കണം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അങ്ങ് വന്നേക്കണം. പവൻ, സ്പോട്ട് റിപ്പോർട്ട് ഞാനിപ്പോൾ തരാം. ദ ത്രോട്ട് ഈസ് കട്ട് ഓപ്പൺ. അതുകൊണ്ട് തന്നെ ബോഡി കംപ്ലീറ്റ്ലി ഡീകമ്പോസ്ഡ് ആണ്. ബ്ലഡ് എല്ലാം ഡ്രെയിൻഡായി പോയി. കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസും എവിഡൻസസും എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അരവിന്ദിനോട് പറഞ്ഞേക്ക് ഫുൾ ആൻഡ് ഫൈനൽ റിപ്പോർട്ട് ഉടനെ എത്തിക്കാം. ഓക്കെ. സാറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാർ ഒന്ന് പറഞ്ഞിട്ട് പോ. സാർ പ്ലീസ് സാർ. സാർ എവിടെ? അവിടെ ബെഞ്ചിലിരുത്തിയിട്ടുണ്ട് സാർ. സ്പോട്ടിലാരാ പോയത്? പവനാ പോയത് സാർ. റിപ്പോർട്ട്സ് ഒക്കെ റെഡിയല്ലേ? ആ സാർ. റെഡി സാർ. ചൊല്ലു, ഞാൻ പറയാം. ശരി സാർ. പവൻ, നമ്മുടെ യൂഷ്വൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്ത് മാനേജ് ചെയ്യും. ഓക്കെ സാർ. പവൻ, ആ സാർ. ന്യൂസ് അറിഞ്ഞ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കും. ഓക്കെ സാർ. സാറേ, SP ഓഫീസിൽ നിന്നൊരു കോളുണ്ട്. സാർ, ഫൈൻ സാർ. ആരിക്ക, ആരിക്ക, മിസ്സായ ഹസ്ബൻഡിനെ തിരഞ്ഞെടുക്കുന്ന വെറും ഒരു ഇന്നസെന്റ് ആയ ഭാര്യയല്ല നിങ്ങളിപ്പോ. യു ആർ ദ പ്രൈം സസ്പെക്ട് ഇൻ ദിസ് മർഡർ കേസ്. ഞാനാണ് സസ്പെക്ട് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നു? പിന്നെ ബോഡി നിങ്ങളുടെ ബേസ്മെന്റിൽ നിന്ന് തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. 3 ദിവസമായിട്ട് നിങ്ങളത് അറിഞ്ഞില്ല. നോക്ക, സംഭവിച്ചത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ കംപ്ലൈന്റ് തന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെന്നു. സഞ്ജയ് ഇല്ലാത്തതുകൊണ്ട് എന്നെ സൈലന്റ് ആയിരുന്നു വീട്. ആൻഡ് ദാറ്റ് സൈലൻസ് വാസ് കില്ലിങ് മീ. അവൻ തിരിച്ചു വന്ന് എൻ്റെ പേരൊന്ന് ഉറക്കെ വിളിച്ച എല്ലാം നോർമൽ ആകുന്ന എനിക്കറിയായിരുന്നു. ഐ വാസ് ഗോയിങ് മാഡ്. മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വീട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. എന്തോ ഒരു ബാഡ് സ്മെല്ല് വീട് മുഴുവനുണ്ടെന്ന് ഞാൻ അപ്പോഴാണ്
എപ്പോഴാ ശ്രദ്ധിച്ചേ? രാത്രി ആയപ്പോഴേക്കും അത് വല്ലാതെ കൂടാൻ തുടങ്ങി. എനിക്ക് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഫാമിലൊക്കെ നോക്കി, എന്തെങ്കിലും ചത്തു കിടക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നും കണ്ടില്ല. ആ സ്മെല്ല് ഞാൻ ഫോളോ ചെയ്തെത്തിയത് ഞങ്ങളുടെ തന്നെ വീടിൻ്റെ ബേസ്മെൻറ്റിലായിരുന്നു. ഞാൻ അവിടേക്ക് എത്തിയപ്പോൾ ദർ വാസ് ദ ട്രങ്ക്. ചെറുപ്പത്തിൽ ഞാൻ കളിച്ചിരുന്ന പാവക്കുട്ടികളെല്ലാം ആ ട്രങ്കിലാണ് സൂക്ഷിച്ചിരുന്നു. അതിൽ നിന്ന് എങ്ങനെ ഈ ബാഡ് സ്മെല്ല് വരുന്നതെന്ന് പേടിച്ച് ഞാൻ ആ ട്രങ്ക് തുറന്നു നോക്കി. My heart just stopped for a second. സർ, ആരിക മാഡത്തിൻ്റെ വീട്ടിലേക്ക് വന്ന കൊറിയറാണിത്. സാർ, അവർ പ്രഗ്നൻ്റ് ആവില്ല എന്നല്ലേ പറഞ്ഞേ? പിന്നെ ഈ മാഗസിൻ്റെ ഒക്കെ ആവശ്യം എന്താ? ആരിക, are you okay? Yeah, I'm pregnant. നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ? 4 months. So, it's quite common. പക്ഷേ നിങ്ങൾക്ക് ആ മിസ്കാരേജ് കോംപ്ലിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. ബട്ട് മിറക്കിൾസ് ഡു ഹാപ്പൻ. നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില നിധികളൊക്കെ കിട്ടില്ലേ? ശരി, പറയാം. നിങ്ങൾ പോലും അറിയാതെ സഞ്ജയുടെ ബോഡി നിങ്ങളുടെ ബേസ്മെൻറ്റിൽ എങ്ങനെ വന്നു? ആക്ച്വലി അന്ന് രാത്രി ഞാനും വീട്ടിലുണ്ടായിരുന്നില്ല. ആരിക, ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുകയാണ്. ആഴം കൂടുന്തോറും പുറത്തേക്ക് വരാൻ പാടായിരിക്കും. ഐ എം സോറി. ഭർത്താവ് മിസ്സായ രാത്രി ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കഥകൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങും സർ. മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി കഥകൾ പറഞ്ഞുണ്ടാക്കുന്നുള്ളത് എന്നെ ബോധർ ചെയ്യുന്ന കാര്യമല്ല. ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറയുക. സോ ടെൽ മീ, രാത്രി നിങ്ങൾ അങ്ങോട്ടാ പോയേ? ഞങ്ങളെപ്പോഴെങ്കിലൊക്കെ വഴക്കിട്ട് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് ഇറങ്ങിപ്പോറാണ് സഞ്ജയ് ചെയ്യാറുള്ളത്. അന്നും അങ്ങനെ തന്നെ ചെയ്തു അവൻ. ബട്ട് ഐ ഹേറ്റഡ് ബീങ് ലെഫ്റ്റ് അലോൺ. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവൻ്റെ കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ആ ദേഷ്യത്തിൽ ഞാൻ എൻ്റെ കാർ എടുത്ത് എങ്ങോട്ടോ ഡ്രൈവ് ചെയ്തു. പെട്ടെന്നൊരു സൗണ്ട് കേട്ടോ ഞാൻ വീണ്ടും കോൺഷ്യസ് ആയി. ഒരു ടാക്സിയായിട്ട് എൻ്റെ കാർ തട്ടി. എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് ഞാൻ വല്ലാതെ വറീഡായി. കാറാണെങ്കിൽ സ്റ്റാർട്ടും ആവുന്നില്ലായിരുന്നു. എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ആ ഡ്രൈവർ തന്നെ വന്ന് വണ്ടി ശരിയാക്കി എന്നെ അവിടുന്ന് പറഞ്ഞയച്ചു. എൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തുള്ള പേടി മാത്രമായിരുന്നു. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായി ഞാനൊന്ന് കാമായേ. ആഫ്റ്റർ ഓൾ ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് I just wanted to get back to Sanjay. ഞാൻ തിരിച്ചെത്തി. വാതിൽ തുറന്നെടുക്കായിരുന്നു. പക്ഷെ സഞ്ജയ് അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം പഴയപടി തന്നെ. കുറേ നേരം ഞാൻ അവനെ വെയിറ്റ് ചെയ്തു. പിന്നെ എപ്പോഴും ഞാൻ ആ ഡൈനിങ് ടേബിളിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി.
നിങ്ങൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഡോർ ലോക്ക് ചെയ്തിട്ടാണോ പോയത്? ആ ചെയ്തിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഡോർ ഓപ്പണായി കിടക്കുന്നതിന് സംശയം തോന്നിയില്ലേ? ഡോർ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് സഞ്ജയ് വീട്ടിലേക്ക് വന്നിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുന്ന ഞാൻ കരുതിയേ. സാധാരണ അടുത്തെവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവൻ ഡോർ ലോക്ക് ചെയ്യാറൊന്നുമില്ല. അത് മാത്രമല്ല സാർ, അന്ന് അവൻ എന്തോ ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്നും എന്നോട് പറഞ്ഞിരുന്നു. സോ മേ ബി ആ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോയി കാണുന്ന ഞാൻ കരുതിയേ. നിങ്ങൾ രണ്ടുപേരുടെ അല്ലാതെ വീടിൻ്റെ കീ വേറെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ സഞ്ജയുടെ കീ? എനിക്ക് അറിഞ്ഞൂടാ, വീട്ടിലെങ്ങും ഞാൻ കണ്ടില്ല. ബാലകൃഷ്ണ സർ, ആ ക്ലയൻ്റ് ആരാ നോക്കിയിട്ടാ സഞ്ജയ് അയാളെ മീറ്റ് ചെയ്തോ ഇല്ലെന്ന് ചെക്ക് ചെയ്യേ. ശരി സർ. നിങ്ങൾ മൈസൂരിലേക്ക് എപ്പോഴാണ് പോയത്? എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അറൗണ്ട് 7:38. അന്ന് ആക്സിഡൻ്റ് ആയ ടാക്സി നമ്പർ പറയേ. എനിക്കറിഞ്ഞൂടാ, അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഡ്രൈവറുടെ പേര്? ഐ ഡോണ്ട് നോ സർ. അറ്റ്ലീസ്റ്റ് ആക്സിഡൻ്റ് ആയ സ്ഥലം പറ. അതൊന്നും എനിക്ക് അറിയില്ല. ആ സമയത്ത് എൻ്റെ കുഞ്ഞ് മാത്രമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിരുന്നത്. ഞാൻ എൻ്റെ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് പോലുമില്ല. ഈ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുത്ത് സേവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ആരിക, നമ്മുടെ കണ്ണുകൾ എന്തെല്ലാം കാണുന്നു അതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്യാറുണ്ട്. പക്ഷേ അത്ര പെട്ടെന്നത് ഓർമ്മയിൽ വരില്ല. എസ്പെഷ്യലി ഇങ്ങനെ സ്ട്രെസ്ഡ് ഔട്ടായി പാനിക് ആയാൽ യു വിൽ ഗോ ബ്ലാങ്ക്. റിലാക്സ് ചെയ്യേ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഇനിയൊന്ന് ഓർക്കാൻ ശ്രമിക്കാം. മൈസൂർ ഔട്ട്സ്കേർട്സ്, ഏതോ ഒരു പഴയ ബസ് സ്റ്റോപ്പ്. അതിന്റെ ഭിത്തിയിൽ സിനിമ പോസ്റ്റേഴ്സ് ഒട്ടിച്ചിരുന്നു. ആ ടാക്സിയുടെ ഗ്ലാസ്സിൽ ഹംപി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നൊരു സ്റ്റിക്കർ കണ്ടിരുന്നു. ദിസ് ഇസ് ഓൾ ഐ ക്യാൻ റിമെമ്പർ റൈറ്റ് നൗ. ചെക്ക് ചെയ്തറിയിക്കാം സർ. ഇവരുടെ ഫിംഗർ പ്രിൻറ്റ്സ് കൂടെ കളക്ട് ചെയ്ത് വെച്ചേക്കാം. ശരി സർ. ആ ആരിക, നിങ്ങളുടെ മാഗസിൻ. താങ്ക് യു. സഞ്ജയുടെ ബിലോങ്ങിങ്സ് എല്ലാം എനിക്ക് തിരിച്ചു കിട്ടുമല്ലോ അല്ലേ? അവൻ്റെ റിംഗ്, വാച്ച്, സ്പെക്സ് എല്ലാം എനിക്ക് വേണം. ഇനി എനിക്ക് കൂട്ടിനുള്ളത് അവൻ്റെ ആ മെമ്മറീസ് മാത്രം. എവിഡൻസ് അല്ലാത്ത ബിലോങ്ങിങ്സ് എല്ലാം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടും. സർ, ഈ ലിസ്റ്റിൽ കണ്ണട കാണുന്നില്ല. സഞ്ജയ് നിങ്ങൾ അവസാനമായി കാണുമ്പോൾ സ്പെക്സ് ധരിച്ചിരുന്നോ? അതോ ഇനി ചിലപ്പോൾ വീട്ടിലുണ്ടായിരിക്കുമോ? ഇല്ല, വീട്ടിലെങ്ങുമില്ല. അവൻ പോയപ്പോൾ സ്പെക്സ് വച്ചിട്ട് തന്നെയാ പോയേ. കാരണം അവൻ്റെ സ്പെക്സിൽ എപ്പോഴും എന്തെങ്കിലും അഴുക്കുണ്ടാവും. അവനത് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കാറില്ല. എപ്പോഴും ഞാനാ അത് ചെയ്തു കൊടുക്കുന്നേ. അന്നും ക്ലീൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവായിരുന്നില്ലേ. ഇന്ന് ഞാൻ അതോർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഞാൻ മിസ് ചെയ്തത്. What's wrong with you, Mom? Why are you like this? ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ഇമ്പോർട്ടന്റ്. സാർ ഒറ്റ ദിവസം കൊണ്ട് കേസ് വിളിക്കുന്ന എനിക്ക് തോന്നുന്നത്. പിന്നല്ല, സാർ ആരാ മോൻ? ഈ എൻക്വയറി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. നോക്കൂ സാറേ, സഞ്ജയ്ക്ക് സംഭവിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഈ എൻക്വയറി എന്ന് പറഞ്ഞ് എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുതായിരുന്നു. എൻ്റെ ഓഫീസിലേക്ക് ഒന്നൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. വേറെ തെളിവൊന്നും കിട്ടാത്തതുകൊണ്ട് എന്നെ അങ്ങ് ടാർഗറ്റ് ചെയ്യാന്ന് വിചാരിച്ചല്ലേ? തെളിവ് കിട്ടിയിട്ടില്ലെന്ന് ആരാ പറഞ്ഞേ? നിങ്ങളുടെ കാറിൽ നിന്ന് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഫിംഗർ പ്രിന്റ്സും സ്പെക്സും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സഞ്ജയുടെ സ്പെക്സ് എൻ്റെ കാറിലോ?
ബേബി ബേബി പറഞ്ഞു നോക്കി പക്ഷെ അവര് കേറി ബേബി इवरे निगले उपद्रव क्यों मत चेदो No. तुम्हें किसी ने छुआ तो नहीं अगर मेरे बेबी को किसी ने छुआ है ना शालिनी, I'll make them pay मैं किसी को नहीं छोड़ूंगी शालिनी, listen. ബേബി ഇവര് നിങ്ങളെ ജീപ്പിലാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അതിനകത്ത് എന്ത് ചൂടായിരിക്കും AC ഇല്ലെങ്കിൽ എന്റെ ബേബി സഹിക്കില്ല കണ്ടില്ലേ വേർത്തൊഴുകുന്ന ഒഴുക്ക് കണ്ടില്ലേ ദേ സൂട്ട് ആകെ നനഞ്ഞു നിങ്ങൾ എന്താ AC ഓൺ ചെയ്യാത്തെ എന്റെ റിമോട്ട് എവിടെ റിമോട്ട് कहाँ है अरे कोई तो AC ഓൺ करो റിമോട്ട് कहाँ है അതെ നിങ്ങൾ AC ഓൺ ചെയ്തേ ഫാൻ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. ആ ഫാനിന്റെ ചോട്ടിലൊന്നും നിന്നിട്ട് ഒരു കാര്യമില്ല മാഡം മേഡത്തിന്റെ ബേബി ഇങ്ങനെ വിയർക്കുന്നതേ ചൂട് കാരണമല്ല ടെൻഷൻ കൊണ്ടാ. What nonsense बेबी बेबी आप बिल्कुल मत घबराना ओके हाँ लॉयर अभी आने वाला है यू सी ഇതിപ്പോ അബ്യൂസ് കേസായാലും കുഴപ്പമില്ല ഹറാസ്മെന്റ് കേസായാലും കുഴപ്പമില്ല നമ്മുടെ വക്കീൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും ഓക്കെ ബേബി എക്സ്ക്യൂസ് മീ, ഹാ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. നിങ്ങളുടെ അഡ്വക്കേറ്റിനോടൊന്ന് പറഞ്ഞേക്കേ ഇതൊരു മർഡർ കേസാണെന്ന്. ഹാ സഞ്ജയ് എന്റെ കൊളീഗാണ്. സോ എന്റെ കാറിൽ നിന്ന് അവന്റെ ഫിംഗർ പ്രിന്റോ സ്പെക്സോ കിട്ടിയെന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഡസന്റ് പ്രൂവ് എനിത്തിങ്. ഓക്കെ സിദ്ധാർത്ഥ്, സഞ്ജയ് എപ്പോഴാണ് നിങ്ങളുടെ കാറിൽ ലാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്തത്? എനിക്ക് ഓർമ്മയൊന്നുമില്ല. മേ ബി ലാസ്റ്റ് വീക്ക്. അയാളെ കാണാതായ അന്ന് രാത്രി അയാൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇതേ സ്പെക്സ് ധരിച്ചിരുന്നുവെന്ന് അയാളുടെ ഭാര്യ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പൊ അന്ന് രാത്രി സാർ എവിടെയായിരുന്നു? ബേബി അന്ന് രാത്രി മുഴുവൻ ഫണ്ട് റേസിംഗിലായിരുന്നു. അപ്പൊ പിന്നെ സഞ്ജയുടെ കൂടെ എങ്ങനെ ഉണ്ടാവാനാ? അന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. 7 മണിക്കെടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോയിൽ പോലും നിങ്ങളുടെ ബേബി മിസ്സിംഗ് ആണ്. तुमने मुझसे झूठ बोला मुझसे സത്യം പറഞ്ഞോ? കഹാത്തെ തും പൂരി രാത് ഹാ ആരുടെ കൂടെയായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? എന്നോട് സത്യം പറ. I wasn't in a good mood. I just stepped out to get some fresh air, that's all. मैं तुम्हारे नस नस से वाकिफ हूँ. मुझे बेवकूफ मत बनाओ. ആകാശ്, നീ എന്താ ഇവിടെ? നോക്ക്, എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഞാനും സഞ്ജയും തമ്മിലുള്ളതാ. ആകാശിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ആവശ്യമില്ലാതെ എന്തിനാണ് ഇങ്ങനെ ട്രബിൾ ചെയ്യുന്നത്? നിങ്ങളുടെ ഓഫീസിൽ വന്ന് നിങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാവരും സൈലന്റ് ആയിരുന്നു. പക്ഷെ ഇവന് മാത്രം അപ്പോൾ ഭയങ്കര നെർവസ്നെസ് ആയിരുന്നു. കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ നേരെ തട്ടിക്കയറാൻ നോക്കിയവൻ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഇന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല സർ. ഓരോ ക്രൈമിന് പിന്നിലും 2 മൈൻഡ് ഉണ്ടാവും. ഒന്നൊരു സ്ട്രോങ് മൈൻഡ്, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മറ്റൊന്ന് വീക്ക് മൈൻഡ്, അതെപ്പോഴും ഹിഡൻ ആയിരിക്കും. ഞങ്ങൾ ചെയ്യാറുള്ളത് എന്താണെന്നറിയോ? ആ വീക്ക് മൈൻഡിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. എന്നാ പിന്നെ തുടങ്ങട്ടെ. സിദ്ധാർത്ഥന്റെ കൂടെ ഇവനെ ചാർജ് ചെയ്തേക്കാം. ഇവൻ A1, അവൻ A2. മർഡർ നടന്ന സമയത്ത് ഇവൻ എവിടെയാണെന്ന് ചോദിച്ചു നോക്കാം. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവൻ സിദ്ധാർത്ഥന്റെ കൂടെ തന്നെയായിരുന്നു. കാറിൽ നിന്ന് സ്പെക്സും ഫിംഗർ പ്രിന്റ്സും കിട്ടിയത് മാത്രം മതി ഇവന്മാർ രണ്ടിനെയും കൂട്ടാൻ. സർ, അന്ന് രാത്രി ഇദ്ദേഹം വൈറ്റ് സാർ, അന്ന് രാത്രി അവിടെ നടന്നത് ഒരു കൊലപാതകത്തെക്കാൾ വലിയ തെറ്റൊന്നുമല്ലല്ലോ. ഇപ്പോഴെങ്കിലും നമ്മൾ സത്യം പറഞ്ഞില്ലെങ്കിൽ കൊലപാതക എന്നുള്ള പേരും കേട്ട് ജീവിക്കേണ്ടി വരും സാർ. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, ഇറ്റ്സ് ടൈം. എല്ലാം ഓപ്പൺ അപ്പ് ചെയ്യാൻ. സത്യം മാത്രമല്ല, നിങ്ങളും ഓപ്പൺ അപ്പ് ചെയ്യും. അന്ന് രാത്രി ഞാൻ എന്റെ ലവറെ കാണാൻ വേണ്ടി പോയതായിരുന്നു. What? How could you do this to me, Siddharth? വൈറ്റ് ഹൗസ് പമ്പിലെ പാർക്കിംഗ് ലോട്ടിലെ കാറിനുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇന്റിമേറ്റ് ആയി ഞങ്ങളന്ന്. പബ്ബിൽ നിന്ന് നല്ലതുപോലെ കഴിച്ചിട്ടിറങ്ങി വന്ന കുറേ പിള്ളേര്
നമ്മുടെ കൾച്ചറിന് ഇത് അപമാനമാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അതേ സമയത്ത് തന്നെ സഞ്ജയ് കൃത്യമായിട്ട് അവിടേക്ക് വന്ന ആ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്നത്തെ രാത്രി മുഴുവൻ ഞാൻ ഹോസ്പിറ്റലായിരുന്നു സാർ. ഏത് ഹോസ്പിറ്റല്? വിക്രം ഹോസ്പിറ്റൽ. കോൻ ഹേ വോ? ഹാ, ആരാ അവള്? എനിക്ക് അവളെ ഒന്ന് കാണണം. ഇപ്പൊ ഈ നിമിഷം തന്നെ കാണണം എനിക്ക്. അവരെ കൂടി ഇങ്ങോട്ട് വിളിക്കേ. അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം ഞങ്ങൾക്ക്. പവൻ, സാർ അന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ക്രൈം ചെയ്തിരിക്കുന്നത് ആരും അറിയാതെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും വൈഡായിട്ട് തന്നെ വേണമെന്ന്. സാർ, അപ്പോൾ അന്ന് പ്രസ്സുകാർക്ക് ന്യൂസ് ലീക്ക് ചെയ്തതും സാറായിരുന്നോ? സഞ്ജയ് നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, we thought he was going home. എന്താ അങ്ങനെ അസ്യൂം ചെയ്ത്? എന്താണെന്നറിയില്ല സർ. വീട്ടിലെന്തോ പ്രശ്നമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സോ വി തോട്ട് ഹി വാസ് ഗോയിങ് ബാക്ക് ഹോം. സർ, 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 പ്ലീസ് ട്രസ്റ്റ് മീ സർ. ഞാൻ പറയുന്ന കാര്യങ്ങൾ സാർ സീരിയസ് ആയിട്ട് എടുക്കണം സർ. ആദ്യം നിങ്ങൾ കാര്യം എന്താന്ന് പറയാം. ഞാനതൊക്കെ എങ്ങനെ പറയും സർ? ഇതൊരു കൊലപാതകമല്ല സർ. ഇറ്റ്സ് എ ഡബിൾ മർഡർ. മറ്റൊരു കൊലപാതകോ? ആരുടേത്? അക്കീര സർ. എന്റെ അക്കീര പോയി സർ. അക്കീര? അതാരണോ? ഈ മർഡറും അവരും തമ്മിൽ എന്താ ബന്ധം? തമ്മിൽ ബന്ധമുണ്ട് സർ. ഷീ ഈസ് റിലേറ്റഡ് ബൈ ബ്ലഡ് സർ. അക്കീര ആരിക്കയുടെ സിസ്റ്ററാണ് സർ. അവരെ ട്വിൻ സിസ്റ്റേഴ്സാണ് സർ. അക്കീര എന്റെ പ്രാണനാണ് സർ. ഞാൻ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയാണ് സാർ അവള്. അക്കീരയെ കൊന്നിരിക്കുന്ന അവള് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. ആര്? ആരിക സാർ. That psychopath sir. That psychopath. As this love She's a highly intelligent psychopath. light you call my name. I am very sure sir. She has murdered them sir. And my face stares back at me. Are my eyes not playing games? Do the shadows form a face? In the crowd my voice I hear as I turn your face is clear. Hello darlings. Sit tight. The show is just getting started. I want my life. Oh, my life. എന്താ മോളെ, നീ എന്താ കഴിക്കാത്ത? അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. അമ്മയ്ക്ക് ആരെങ്കിലും എപ്പോഴെങ്കിലും കൊല്ലാൻ മാത്രമുള്ള ദേഷ്യം തോന്നിയിട്ടുണ്ടോ?
ആരെങ്കിലും കൊല്ലാൻ തോന്നിയിട്ടുണ്ടോന്നോ? എന്തേ, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ഇതുവരെ മാറിയില്ലേ? അതല്ലമ്മേ, പറയേ. തോന്നിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് നിന്റെ പോലെ ബോയ് ഫ്രണ്ട് ഇഷ്യൂസിനൊന്നുമല്ല. ചെറുതായിരുന്നപ്പോൾ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ്. രണ്ടുപേരും തമ്മിൽ അത്ര ക്ലോസ് ആയിരുന്നിട്ടും ഐ വാസ് വെരി ജെലസ് ഓഫ് ഹർ. എപ്പോഴും എല്ലാവർക്കും അവളെ മാത്രമായിരുന്നു ഇഷ്ടം. എൻ്റെ കാര്യം എല്ലാവരും മറന്നു പോകും. അവളങ്ങനെ എല്ലാവരുടെയും പെറ്റായി മാറുന്നത് കാണുമ്പോൾ ഇടയ്ക്ക് അവളെ എനിക്ക് കൊല്ലണമെന്ന് തോന്നുമായിരുന്നു. പക്ഷെ അതൊക്കെ വെറും ചൈൽഡിഷ് തോട്ട്സ് ആയിരുന്നേ. എൻ്റെ ഈ ജീവിതത്തിൽ ആർക്കും ഒരു ദോഷം ഉണ്ടാകരുതെന്ന് കരുതി ഒരുപാട് കെയർഫുൾ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, എന്നും വേദന മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എനിവേസ്, നീ ഇങ്ങനെ ഒരുപാടൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ജസ്റ്റ് ഗിവ് ഇറ്റ് സം ടൈം. എല്ലാം ശരിയായിക്കോളും നിധി. ഞാൻ അവൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഷി വാസ് പ്ലേയിങ് ദ ഗിറ്റാർ. അവളത് പ്ലേ ചെയ്ത് തീരുന്നതിന് മുമ്പ് തന്നെ ഐ ഫെൽ ഇൻ ലവ്. അവളെ കണ്ടിട്ട് ഒരു സാധാരണ പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയില്ല. ഷി ഫെൽ മാജിക്കൽ. അവളെ കാണുന്നവരെ ഐ ഡിഡ്ന്റ് നോ എ ഗേൾ ലൈക്ക് ദാറ്റ് കുഡ് എക്സിസ്റ്റ്. ആ സമയത്ത് ഞാനൊരു സ്വപ്നത്തിലെന്ന പോലെ ആയിപ്പോയി. ഷി ഫെൽറ്റ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഡ്രീം. അപ്പോൾ എൻ്റെ ഹൃദയം അവൾ വായിച്ച താളത്തിനൊപ്പം തന്നെ മിടിക്കാൻ തുടങ്ങി. എനിക്ക് അവളോട് തോന്നിയ പ്രണയം വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്നതായിരുന്നില്ല. അവൾക്ക് വേണ്ടി മാത്രമാണ്, അവളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചത്. അവൾക്ക് വേണ്ടി ഞാനൊരു സോങ് കമ്പോസ് ചെയ്തു. അതവളെ വായിച്ചും കേൾപ്പിച്ചു. അവൾക്കത് ഒരുപാട് ഇഷ്ടമായി. എന്നെ അഭിനന്ദിക്കാൻ അവൾ അടുത്തേക്ക് വന്നു. പക്ഷേ ശരിക്കുള്ള അഭിനന്ദനം അവൾക്കായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം ആ പാട്ട്, അതിൻ്റെ ഇൻസ്പിറേഷൻ അവൾ തന്നെയായിരുന്നു. വി വർ മാഡ്ലി ഇൻ ലവ് വിത്ത് മ്യൂസിക് ആൻഡ് വിത്ത് ഈച്ച് അതർ. ഒരു ദിവസം ഫാമിലേക്ക് ഫെർട്ടിലൈസർ വാങ്ങുന്നതിന് വേണ്ടി ഞാൻ കെങ്കേരി വരെ പോയതാ. അപ്പോഴയാൾ എന്നെ ഫോളോ ചെയ്ത് അക്കീറ അക്കീറ എന്ന് വിളിച്ചുകൊണ്ടിരുന്നേ. എന്തെങ്കിലും കൺഫ്യൂഷൻ്റെ പുറത്ത് തെറ്റ് വിളിക്കുന്നതാവുന്ന ഞാൻ ആദ്യം കരുതി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കീറ എവിടെയെന്ന് ചോദിച്ചൊരു ഭ്രാന്തനെ പോലെ അലറാൻ തുടങ്ങി അയാൾ. എനിക്കങ്ങനെ സിസ്റ്റേഴ്സൊന്നും ഇല്ലാന്ന് എത്ര തവണ പറഞ്ഞിട്ടും അയാൾ അതൊന്നും വിശ്വസിച്ചില്ല. അപ്പോഴാ അയാൾ പെട്ടെന്ന് ചേഞ്ചായി, നീ എൻ്റെ അക്കീറ അപകടപ്പെടുത്തിയല്ലേ, നീ അവളെ കൊന്നു കളഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് തട്ടിക്കയറാൻ തുടങ്ങിയത്. I got so scared, sir. ഒടുവിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക്. അവർ അയാളെ വിളിച്ച് വാർണിംഗ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴയാളുടെ ശല്യം ഒന്ന് അടങ്ങി. ഞങ്ങൾ വിവാഹം കഴിക്കുന്ന കാര്യം പോലും പ്ലാൻ ചെയ്തു തുടങ്ങിയിരുന്നു. ബട്ട് കാര്യങ്ങൾ അത്ര ഈസി ആയിരുന്നില്ല. കാരണം അക്കീരയുടെ ലൈഫിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ആരികയുടെ കയ്യിലായിരുന്നു. അവൾ എവിടെ പോയാലും എന്ത് ചെയ്താലും അതിനെല്ലാം അവൾക്ക് ആരികയുടെ പെർമിഷൻ വേണമായിരുന്നു. ആരിക അവളെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലായി. ആരികയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൾ ആ വീട് വിട്ട് ഓടി പോകുന്നത് തന്നെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും ആരിക അവളെ കണ്ടുപിടിച്ചു. ഞങ്ങളിരുവരും ഒരുമിച്ച് ജീവിക്കാൻ അവൾ സമ്മതിച്ചില്ല. ആരിക എതിർത്ത് എന്തെങ്കിലും ചെയ്ത ഒരുപക്ഷെ അവൾ ഞങ്ങളെ കൊന്നുകളഞ്ഞാലോ എന്ന് വരെ ഞങ്ങൾ പേടിച്ചിരുന്നു. ഞാൻ അക്കേരി അന്വേഷിച്ച് ഒരുപാട് സ്ഥലത്ത് പോയി സർ. എനിക്ക് അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
പിന്നെയാ ഞാൻ ന്യൂസ് കണ്ടത്. അവളുടെ ഭർത്താവിനെ കൊല്ലാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം അനിയത്തിയെ കൊല്ലാൻ അവൾ മടി കാണിക്കില്ലല്ലോ സർ. ഐ എം വെരി ഷുവർ ഷി ഹാസ് ഡൺ ഇറ്റ് സർ. അതൊന്നും ഇതുവരെ പ്രൂവ് ആയിട്ടില്ല. ഷീസ് ഓൺലി എ സസ്പെക്ട്. അവർ ട്വിൻസ് ആണെന്നും നിന്റെ ഗേൾഫ്രണ്ട് അക്കീര കൊല്ലപ്പെട്ടു എന്നുമല്ലേ നീ പറയുന്നത്? അക്കീര ഇത്ര നാൾ എവിടെയായിരുന്നു? ഇവിടെയുണ്ട് സാർ. അവിടെ ചവിട്ടി കലക്കും പന്നി നിന്നെ. അവളുടെ അഡ്രസ് എന്താണെന്നാണ് നിന്നോട് ചോദിച്ചത്. സാർ, അവൾക്ക് സ്വന്തമായിട്ട് അങ്ങനൊരു വീടുണ്ടോയെന്ന് എനിക്കറിയില്ല. വി യൂസ് ടു മീറ്റ് അറ്റ് പബ്സ്, കൺസേർട്സ് ആൻഡ് എനി ഗിഗ്സ് ദാറ്റ് കെയിം അവർ വേ. അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഹോട്ടലിലോ ലോഡ്ജിലോ വെച്ചാൽ ഞങ്ങൾ കാണാറ്. എവിടെയൊക്കെയാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്? പർപ്പിൾ റോക്ക്, പ്രകൃതി, ബാലാജി, സംഗമ. സർ, ഇവൻ പറഞ്ഞ സ്ഥലത്തൊക്കെ ഇവൻ താമസിച്ചിട്ടുള്ളത് തന്നെ. പക്ഷേ ഇവൻ താമസിച്ചിരിക്കുന്നത് പല പെണ്ണുങ്ങളുടെ കൂടെ. നന്ദിനി, ചാന്ദിനി, റോസ്, ജൂലിയറ്റ് തുടങ്ങിയ പല പേരിലുള്ള പെണ്ണുങ്ങളുടെ കൂടെ. ഡാ, അക്കീരയെ പ്രേമിക്കുന്നതായിട്ട് അഭിനയിച്ച് നീ എത്ര പെണ്ണുങ്ങളുടെ കൂടെ കിടന്നടാ? അല്ല സർ, അതെല്ലാം അക്കീര തന്നെയായിരുന്നു. ഷി വാസ് വെരി കളർഫുൾ ഗേൾ. അവള് ഈ ലോകത്തെ മുഴുവൻ മറ്റൊരു വ്യൂ പോയിന്റിലൂടെയാണ് കണ്ടിരുന്നത്. അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഓരോ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നവരാണ്. അതിപ്പോൾ അനാഥരായാലും ശരി. ബട്ട് ഓരോ ദിവസവും ഓരോ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ഒരു ചാൻസ് നമുക്കുണ്ടാവുമ്പോൾ വൈ നോട്ട്? അവൾ ഓരോ ദിവസവും സ്വീകരിക്കുന്ന പേരുകൾക്ക് കൃത്യമായി ചേരുന്ന ഔട്ട്ഫിറ്റ്സ് ഇടുമായിരുന്നു. സമ്മതിച്ചു. അപ്പൊ ഈ മാർഗരറ്റോ? അതും അവൾ തന്നെയാണ് സാർ. പക്ഷെ അന്ന് അവളുടെ കൂടെ വേറെ ആരോ ആയിരുന്നല്ലോ. ആ രാമാചാരി ഞാൻ തന്നെ. അക്കീര അങ്ങനെ പേരൊക്കെ മാറ്റുമ്പോൾ ഞാനും കൂടി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലെന്ന് വിചാരിച്ചിട്ട് ചെയ്തു പോയതാ. നിനക്ക് സ്വന്തമായിട്ട് വീടും കൂടി ഒന്നുമില്ലടാ? അക്കീര പറയുമായിരുന്നു, ഒരു കൂരയ്ക്ക് കീഴെയാണെങ്കിൽ ആ വീട് മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. അതില്ലെങ്കിലോ ഈ എൻറ്റയർ വേൾഡ് നമുക്ക് സ്വന്തമല്ലേ? കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ചോദിച്ച കേട്ടില്ലടാ. കല്യാണം കഴിക്കുന്ന ഒരുത്തിയാണോ അതോ നാട്ടിലുള്ള കൂത്തിച്ചികളെല്ലാം കൂടെ? എൻ്റെ അക്കീരയെ പറ്റി അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല സാർ. ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് കരുതിയോടാ. നീ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ ഞങ്ങളങ്ങ് വിഴുങ്ങാനായിട്ട്. 22-ാം തീയതി രാത്രി നീ എവിടെയായിരുന്നു? അവളെ പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും കാണാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ അവളെ കണ്ടെത്താൻ ശ്രമിച്ചു. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഞാൻ അവളെ തേടിക്കൊണ്ടേയിരുന്നു. അതല്ലാതെ ഞാൻ എൻ്റെ വീട് വിട്ടെങ്ങോട്ടും പോയിട്ടേ ഇല്ല സാർ. നീ എപ്പോഴെങ്കിലും അവരെ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. അക്കീര എന്നെ കാണാൻ വന്നോണ്ടിരുന്നത് ആരിക അറിയാതെയാണ്. സാർ, ഒരുപാട് അന്വേഷിച്ച് നോക്കിയിട്ടും അവർ പറഞ്ഞ ആ ടാക്സി ഡ്രൈവർ നമുക്ക് കിട്ടിയില്ല സാറേ. സാർ, ആ പെങ്കൊച്ചൊരു ഗർഭിണിയല്ലേ? ഒരുപാടൊന്നും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കില്ല സാറേ. സഞ്ജയ് കൊല ചെയ്യപ്പെട്ട സമയം ഏതാണ്ട് 10 മണിക്കും 1 മണിക്കും ഇടയിലാണെന്ന് റിപ്പോർട്ട്സിൽ പറയുന്നത്. ഹിസ് ത്രോട്ട് വാസ് സ്ലിറ്റ് ബൈ എ ഷാർപ്പ് ഒബ്ജക്റ്റ്. പക്ഷേ മർഡർ വെപ്പൺ ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ്സ് അല്ലാതെ മറ്റൊരു ട്രേസസും നിങ്ങളുടെ വീട്ടിലില്ല. വീടിൻ്റെ കീ സഞ്ജയുടെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നാണ് കിട്ടിയത്. വിച്ച് മീൻസ് സഞ്ജയ് തന്നെ വീട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരിചയമുള്ള മറ്റാരെങ്കിലും അക്കമ്പനി ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല, അവിടുന്ന് കുറച്ച് ആർട്ടിഫിഷ്യൽ ഹെയർ സ്ട്രാൻഡ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളോ സഞ്ജയോ ആരെങ്കിലും വിഗ് യൂസ് ചെയ്യുന്നവരാണ്? എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് കൂട്ടായിരുന്നത് കുറേ ഡോൾസ് മാത്രമായിരുന്നു. അതെല്ലാം ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഹെയർ സ്ട്രാൻഡ്സ് ആയിരിക്കും? അതല്ല, ഓരോ ദിവസവും ഓരോ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ എളുപ്പമല്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ അടുത്ത കാലത്തായി കിട്ടിയ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ എനിക്കിത് ചോദിച്ചേ പറ്റൂ. ഐ എം സോറി, ബട്ട് നിങ്ങളും സഞ്ജയും തമ്മിലുള്ള സെക്സ് ലൈഫ് എങ്ങനെയായിരുന്നു? ദിസ് ഈസ് റെഡിക്കുലസ്. കേസും അതുമൊക്കെ ആയിട്ട് എന്ത് ബന്ധം ഉണ്ടാവാനാ? എത്രയോ ക്രൈംസിന് ഇത് മൂലകാരണമായിരിക്കും. സെക്സ് ലൈഫിലെ പ്രശ്നങ്ങൾ പല ബന്ധങ്ങളിലും അഫെയറിലേക്ക് വഴിതെളിക്കാറുണ്ട്. ബന്ധങ്ങൾ ശിഥിലമാവാറുണ്ട്. പിന്നെ ദേഷ്യമായി, വെറുപ്പായി, പ്രതികാരമായി. ആൻഡ് ഇൻ ദി എൻഡ്
someone ends up being dead. ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും വഴക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ ഞങ്ങൾ പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ആഫ്റ്റർ ബീങ് മാരീഡ് ഫോർ സച്ച് എ ലോങ് ടൈം പ്രയോറിറ്റീസ് ചേഞ്ച്. സെക്സ് എന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഒന്നും ആരും കൊടുക്കില്ല. പക്ഷെ ചില സമയത്ത് പാർട്ട്ണർക്ക് അത് മാത്രമാണ് പ്രയോറിറ്റി എങ്കിലോ? ഇല്ല, അങ്ങനെ ഒരു അഫെയറിലേക്ക് സഞ്ജയ് പോയാൽ തന്നെ അത് മറ്റൊരാളെ ചതിച്ചിട്ട് എന്റെ കൂടെ ജീവിക്കാനായിരിക്കും. അല്ലാതെ എന്നെ ചതിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ പോവില്ല സഞ്ജയ്. ഞാൻ ചോദിച്ചത് സഞ്ജയ് പറ്റിയല്ല, നിങ്ങളെ പറ്റിയ. What do you mean? You had problems in your marriage and you hate being alone. കറക്റ്റ് സമയത്ത് മാത്യു വന്നു. അവനെ എന്തൊക്കെയോ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ലോൺലിനെസ് മാറ്റിയെടുത്തു. പക്ഷെ അവൻ അതിൽ സീരിയസ് ആയി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരട്ട കുട്ടികളുടെ ഒരു കഥയുണ്ടാക്കി അക്കീരെ മാത്യുവിൻ്റെ ലൈഫിൽ നിന്ന്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഞാനിതിൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതല്ല ഈ കേസിൽ എങ്ങനെ കണക്ട് ആവുന്നെന്ന്. അന്വേഷിക്കാം. നിങ്ങൾ എത്ര അന്വേഷിച്ചാലും അത് കിട്ടില്ല. കാരണം ഇവിടെ കഥകൾ ഉണ്ടാക്കുന്നതും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും നിങ്ങളാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എന്നെ മാത്രമാണ്. നിങ്ങൾ ആ ഫോക്കസ് അല്പം ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്ക്. ആ ദിവസം ഞാൻ ബാംഗ്ലൂർ ഇല്ലായിരുന്നു എന്ന് എത്ര തവണ പറഞ്ഞു. അത് ഇതുവരെ ഇംപ്രൂവ് ആയിട്ടില്ല. അതങ്ങനെ തന്നെ വരൂ സർ. കാരണം ഞാനാണ് കൾപ്രിറ്റ് എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞതാ. ഒരു തവണ സർ, ഒരൊറ്റ തവണ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക. എന്നിട്ട് ശ്രമിക്ക. ആവശ്യമുള്ള പ്രൂഫ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. കൺമുന്നിൽ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അയാൾ പറയുന്ന സത്യം പോലും നിങ്ങൾക്ക് നുണയായിട്ടേ തോന്നും. അതുപോലെ അവര് പറയുന്നതെല്ലാം വിശ്വസിച്ച അതിൽ ചിലപ്പോൾ കുറെ കള്ളങ്ങളും ഉണ്ടായിരിക്കില്ലേ, മാത്യുവിന്റെ കേസിൽ സംഭവിച്ചതുപോലെ. സോ വൈ ഡോണ്ട് വി ജസ്റ്റ് റിലൈ ഓൺ ദി എവിഡൻസസ്? അങ്ങനെയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യ. ഞാൻ മൈസൂരിലേക്ക് പോയിട്ടില്ലെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യ. മാത്യുവിനെ സ്നേഹിച്ചത് ഞാനാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യ. എന്റെ സഞ്ജയ് കൊന്നത് ഞാനാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യ. സഞ്ജയ് ഞാനെന്ന അവസ്ഥയെ കണ്ടപ്പോ എല്ലാം അവസാനിപ്പിക്കാൻ തുനിഞ്ഞതാ. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. Because a part of Sanjay is still growing inside me. നിങ്ങളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ നിങ്ങളുടെ നിയമത്തിന് എന്നെ ശിക്ഷിക്കേണ്ടി വരില്ല. I'll do it myself. Sir? Excuse me. സർ, അവരന്ന് രാത്രി മൈസൂരുണ്ടായിരുന്നു എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ KA09PK0305. ഡ്രൈവറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സർ. അയാൾ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒറ്റ തവണ കണ്ട അയാൾക്ക് എങ്ങനെ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? സർ, ഞാനത് ചോദിച്ചിരുന്നു സാർ. രാത്രി 11-11 മണിക്ക് ഒരു ലേഡി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നത് കണ്ടു. മാത്രമല്ല ആ സ്ത്രീ ഗർഭിണിയായിരുന്നത് കൊണ്ടും കൂടിയാണ് അയാൾക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഓർത്തെടുത്ത് പറയാൻ പറ്റിയെന്നാണ്. സാർ, ഞങ്ങൾ ചോദിച്ചിട്ട് വേണമെന്നും പറയുന്നില്ല. സാറിനോട് മാത്രമേ കാര്യങ്ങൾ പറയുന്നു. സാറൊന്നും മൂളിയാ മതി. ഇവൻ വലിച്ചു കയറ്റിയിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഒറ്റ ചവിട്ടിന് പുറത്തെടുത്തോളാം ഞാൻ. അത് ശരിയാ സാറേ. അതെ, ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അവളെ കണ്ടെത്തി കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ ഉപേക്ഷിക്കും സാർ. കേസെടുക്കണോ അല്ലേ? ആയിക്കോട്ടെ സാറേ, എനിക്കതിനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം സമ്മതിച്ചുകൊണ്ട് ഞാൻ സാറിന് സ്റ്റേറ്റ്മെൻറ്റ് തന്നോളാം. പക്ഷേ ആ പിശാചിന് ഒരു കാരണവശാലും വെറുതെ വിടരുത് സാർ. ഞാൻ പ്രൂവ് ചെയ്ത് തരാം സാർ. അക്കിരയും ആര്യകയും അത് ഈ കേസുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള കാര്യവും ഞാൻ പ്രൂവ് ചെയ്ത് തരാം സാർ. പ്ലീസ് സാർ, ഒരു ചാൻസ് തന്നൂടെ സാർ? ട്രസ്റ്റ് മീ സാർ. സാറേ, രാത്രി രണ്ടെണ്ണം കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാഴ്ചക്കുറവുണ്ട്. പിന്നെ ചെക്കൻ പറയുന്നത് അവൻ ഏത് നേരത്ത് നോക്കിയാലും കഞ്ചാവാ സാറേ. ആ മേഡം മൈസൂരിന് പോയി എന്നുള്ള കാര്യം കൺഫേം ആയി കഴിഞ്ഞല്ലോ. ഇനിയും നമ്മൾ അവരെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? ക്ഷമിക്കണം സാറേ, സാറിപ്പോൾ പോകുന്ന റൂട്ട് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരിക നമ്മുടെ അടുത്ത് ആദ്യം കംപ്ലൈൻറ്റ് തരാൻ വന്നപ്പോൾ കാം ആൻഡ് കമ്പോസ്ഡ് ആയിരുന്നു. പക്ഷെ മാത്യു ഇതിലേക്ക് ഇൻവോൾവ് ആയപ്പോൾ അവരാകെ ഡിസ്റ്റർബ്ഡായി. മാത്യു പറയുന്നതൊന്നും ശരിയായിരിക്കില്ല.
പക്ഷെ അവൻ പറയുന്ന കള്ളമല്ല. ആരിക പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ അവർ നമ്മളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. അതന്വേഷിച്ച് കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. വാടാ. എന്തോ വെരിഫൈ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? എന്നിട്ട് ഇപ്പൊ ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാ? വെരിഫൈ ചെയ്യാനായിട്ട് ഇവൻ്റെ സഹായം ആവശ്യമുണ്ട്. അതാ. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ആ ഗിറ്റാർ ഒന്ന് പ്ലേ ചെയ്യേ. ഞാൻ എന്തിനാ ഗിറ്റാർ പ്ലേ ചെയ്യണം? എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ചെയ്യില്ലെന്നല്ല സാറേ, അറിയില്ല. ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കംപ്ലീറ്റ്ലി വെരിഫൈ ചെയ്തതാ. എനിക്കറിയാം നിങ്ങൾ ഒറ്റ മകളാണെന്നുള്ളത്. പക്ഷേ ദാ ഇവൻ പറയുന്നത് കേട്ടില്ലേ, നിങ്ങൾക്ക് അക്കീറ എന്നൊരു സിസ്റ്റർ ഉണ്ടെന്നും അവർക്ക് നന്നായി ഗിറ്റാർ വായിക്കാൻ അറിയാമെന്നും നിങ്ങൾക്കറിയില്ല. സോ ജസ്റ്റ് ടു ക്ലിയർ ഓൾ ദീസ് കൺഫ്യൂഷൻസ്, ഒന്ന് വാങ്ങി പ്ലേ ചെയ്യാതെ. ഇയാൾ പറയുന്നതും കേട്ട് എന്നെ ഒരു ടെസ്റ്റ് സബ്ജക്റ്റിനെ പോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ. നാളെ മറ്റൊരാൾ വന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വീണ്ടും എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഹൗ ഇസ് ദിസ് ഇവൻ കണക്റ്റഡ് ടു ദ കേസ്? നിങ്ങളിത് പ്ലേ ചെയ്തില്ലെങ്കിലാണ് കേസുമായി കണക്റ്റഡ് ആവുന്നത്. സാർ, നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ ചോദിച്ചാലും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഇവരിത് ഇന്ന് ഒഴിവാകും സാർ. ഇവർക്ക് ഗിറ്റാറൊന്നും വായിക്കാൻ അറിയില്ല. ശരിയാ, എനിക്ക് ഗിറ്റാർ വായിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ? നിങ്ങളുടെ വീട്ടിൽ ഗിറ്റാർ വായിക്കുന്ന മറ്റാരോ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യപ്പെടും. എന്നുവെച്ചാ ഈ ഗിറ്റാർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. സമ്മതിച്ചു. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ഐ ക്യാൻ പ്ലേ. ഇതൊരു ഷോ പീസ് ആണ്, ദാറ്റ്സ് ഇറ്റ്. സമ്മതിച്ചു. പക്ഷേ ഈ ഗിറ്റാർ ഷോ പീസ് അല്ല. സർ, സ്ട്രിങ്സിന് തേയ്മാനം വന്നിട്ടുണ്ട്, പക്ഷേ തുരുമ്പ് പിടിച്ചിട്ടില്ല. സാർ, ഈ സ്ട്രിങ്സും ഫ്രെഡ് ബോർഡും തമ്മിലുള്ള ഈ ടെൻഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് സെറ്റിംഗാ. ദാറ്റ് മീൻസ് ദിസ് ഗിറ്റാർ ഈസ് ഇൻ പെർഫെക്റ്റ് ട്യൂൺ സർ. ഇതിലൊരു പൊടി പോലുമില്ല. ഇതും നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. എക്സ്ട്രാ പെയർ ഓഫ് സ്ട്രിങ്സ്. സർ, റെഗുലറായിട്ട് പ്ലേ ചെയ്യുന്നവർ മാത്രമേ ഇങ്ങനെ എക്സ്ട്രാ സ്ട്രിങ്സ് വാങ്ങി വെക്കാറുള്ളൂ സർ. ഐ നോ യു ക്യാൻ പ്ലേ. അതെടുത്ത് വായിക്കേ. സർ, ഞാൻ പറഞ്ഞില്ലേ അക്കീര വേറെയാണെന്നും ആരിക വേറെയാണെന്നുള്ള കാര്യം. സർ, അക്കീര വാസ് ബോൺ ടു പ്ലേ ഗിറ്റാർ സർ. ഇവൾക്ക് ഗിറ്റാർ ഒന്നും പിടിക്കാൻ പോലും അറിയില്ല സർ. ജന്മം സഫലം നീയൻ മകളെ പുണ്യം നീയല്ലോ ഏതോ കനവിലെ സത്തേ പൂവായി വിരിയുമെൻ മുത്തേ മഴയോ നിറമഴവില്ലോ നീയാരോ വരൂ വരമായി മനുജന്മം നിനക്കായി ഞാൻ എന്റെ അക്കീരയാണ് സർ. മാത്യു, എന്റെ അക്കീരയാണ് സർ. അവളുടെ പാട്ടാണ് സർ. എന്റെ അക്കീരയാണ് സർ. അത് അവൾക്ക് മാത്രമേ ഗിറ്റാർ അങ്ങനെ വായിക്കാൻ അറിയൂ സർ. ഏയ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. സ്നേഹം കുറയുന്നു എന്ന് തോന്നിയപ്പോൾ അവൾക്ക് ചാരിയിരിക്കാൻ ഒരു ഷോൾഡർ ആവശ്യമായിരുന്നു. ഇവിടെ നിന്റെ റോൾ അത് മാത്രമാണ്, കാമുകൻ്റെതല്ല. അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് ചെയ്തേ പറ്റൂ. ഇനി മേലാൽ
അക്കീരയുടെയും ആരിക്കയുടെയും സ്റ്റോറി പറഞ്ഞ് ഈ കേസിനോ അവർക്കോ എന്തെങ്കിലും പ്രശ്നം നീ ഉണ്ടാക്കിയാൽ ബാലകൃഷ്ണ നടക്കടാ നടക്കടാ നായിന്റെ മോനെ. സഞ്ജയുടെ വേർപാട് എന്നെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരിൽ നിങ്ങൾ ഈ നടത്തുന്ന നാടകമുണ്ടല്ലോ, അതാ എന്നെ അതിനേക്കാൾ വേദനിപ്പിക്കുന്നത്. അമ്മേ, കോഫി സൂപ്പർ സ്ട്രോങ്, അമ്മയെ പോലെ തന്നെ. താങ്ക് യു. ഹലോ സർ, സഞ്ജയെ പറ്റി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ക്യാൻ ബി മീറ്റ്? സിഡ്, ഒരു സാധാരണ കാര്യമാണെങ്കിൽ കൂടെ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് അല്ലേ? ഐ വിൽ ഷോ യു. ആദ്യം ഒരു റാപ്പർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യേ. സഞ്ജയ് എത്ര രൂപയായിരുന്നു വാങ്ങിച്ചിരുന്നത്? അറൗണ്ട് 5 lakhs. ആക്ച്വലി സഞ്ജയ് ക്ലയൻറ്റിന് കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷെ അവൻ കൊടുക്കാൻ സാധിച്ചില്ല. ഓക്കെ, ബേസ് ട്വിസ്റ്റ് ചെയ്ത് ക്രീമിലേക്ക് വെക്കും. ഓ നൈസ്. എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതല്ലേ? യെസ്. എൻജോയ്. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ കാശ് അയാൾ വീട്ടിൽ കൊണ്ടുപോയി കാണും അല്ലേ? ശരിയാ, ഒരു ബ്ലാക്ക് ബ്രീഫ് കേസിൽ അവൻ പൈസ കൊണ്ടുവന്നേ. ഇവിടെ ആ TV സ്റ്റാൻഡിനടുത്താണ് വെച്ചിരുന്നത്. പക്ഷെ ഞാനന്ന് മൈസൂരിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് അതിവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യേ സർ. അൺയൂഷ്വൽ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ആദ്യം ബാങ്കിലൊന്ന് ചെക്ക് ചെയ്യേ. മാർക്ക് ബിൽസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ശരി സർ. ആ പബ്ബിലൊരു പ്രശ്നം ഉണ്ടായില്ലേ? അവരുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തല്ലോ അല്ലേ? ആ സർ, എടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എനിക്കൊന്ന് കാണണം. ശരി സർ. അവരോടെല്ലാം ഒന്നുകൂടെ ഒന്ന് വരാൻ പറ, ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഓക്കെ സർ. നിങ്ങൾ പറഞ്ഞു വരുന്നത് സഞ്ജയെ പണത്തിന് വേണ്ടിയിട്ടാണ്? ആയിരിക്കാം. സത്യം എന്താണെന്ന് എത്രയും പെട്ടെന്ന് തെളിയും. ആൻഡ് സോറി യു ഹാവ് ടു ഗോ ത്രൂ ഓൾ ദിസ്. It's okay. You're just doing your job. സ്റ്റൗവിലിരിക്കുന്ന സൂപ്പ് റെഡിയാണെന്നാണ് തോന്നുന്നത്. അല്പം കൂടെ കഴിഞ്ഞ് അത് വല്ലാതെ കുറുകിപ്പോവും. ചെക്ക് ചെയ്തേക്ക്. Sorry, I'll get it. Smells good. Thank you. നിങ്ങൾക്ക് ഈ കുക്കിങ്ങിൽ ഇത്ര ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്താ? ഇതിനു മുമ്പ് ഷെഫ് ആവാനോ മറ്റോ ട്രൈ ചെയ്തിരുന്നോ? ഇറ്റ്സ് ജസ്റ്റ് എ സ്മോൾ മൈൻഡ് എക്സസൈസ്. ഭക്ഷണം ഉണ്ടാക്കുന്നതിനും കേസ് സോൾവ് ചെയ്യുന്നതിനും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. താങ്ക് യു. ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് കുറയോ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ആവശ്യമുള്ള ചേരുവകൾ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ ചേർത്താൽ മാത്രമേ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ. കേസിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ആവശ്യമുള്ള എവിഡൻസ് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ കിട്ടിയാൽ മാത്രമേ കേസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കൂ. സോ ഇഫ് യു ക്യാൻ ക്രാക്ക് ദ റെസിപ്പി, യു ക്യാൻ ക്രാക്ക് ദ കേസ്. ഇൻട്രസ്റ്റിംഗ്. ആന്ധ്ര, ആ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഫയലില്ലേ, അതിങ്ങടുത്ത്. സാർ, ആ ഫയൽ സുരേഷിന് കൊടുത്താണല്ലോ, സാറിന് തന്നില്ലേ? എടോ, അയാൾക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ, അയാളുടെ കയ്യിൽ എന്തിനാ ഫയൽ കൊടുത്തേ? രാജേന്ദ്ര സാർ, ആരികയുടെ വീട്ടിലേക്ക് വന്ന കൊറിയർ താനല്ലേ കൊണ്ടുവന്നത്? താനന്ന് സ്റ്റേഷൻ ഡ്യൂട്ടി ആയിരുന്നില്ലേ?
പിന്നെ അതെങ്ങനെ തനിക്ക് കിട്ടി? സർ, കൊറിയർ വന്നത് തലേ ദിവസം രാത്രിയാ. സുരേഷ് ആണെന്ന് ആ വീടിൻ്റെ അടുത്ത് നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. സുരേഷാ രാവിലെ എനിക്കത് തന്നത്. സുരേഷ്, കൊറിയർ എത്ര മണിക്ക് തനിക്ക് കിട്ടിയ? അന്ന് രാത്രി ഏതാണ്ട് ഒരു 8:30 സാർ. രാത്രി 8:30 കൊറിയർ? അതെ സാറേ, എൻ്റെ വീട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാ. ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് അതവിടെ കൊടുത്തിട്ട് വന്നേ. അതൊരു വീക്ക്ലി മാഗസിനാണ്. അപ്പോൾ അത് മുൻപത്തെ ആഴ്ചകളിലും ഡെലിവറി ചെയ്തിട്ടുണ്ടാവണ്ടേ? സാറേ, 22-ാം തീയതി തന്നെയല്ലേ ആ കൊലപാതകം നടന്നിരിക്കുന്നത്? 22-ാം തീയതി എത്ര മണിക്കാണ് ഡെലിവറി ചെയ്തത്? അതേ സമയം തന്നെയാ സാറേ. ഏതാണ്ട് ഒരു 8:30 ആയി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ വീട്ടിലാരെങ്കിലും ഉണ്ടായിരുന്നു? ആരിക മേഡം ഉണ്ടായിരുന്നു സാർ. അവരെ നീ കണ്ടിരുന്നു? ഇല്ല സാറേ, ഞാൻ കണ്ടില്ലായിരുന്നു. ഒരു 2-3 തവണ ബെല്ലടിച്ചു നോക്കി. അപ്പോൾ അത് അവിടെ വെച്ചേക്കാൻ പറഞ്ഞ് അകത്തൊന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ അത് അവർ തന്നെയാണെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ്? മേഡത്തിന്റെ വോയിസ് കേട്ടാ എനിക്കറിയാം സാർ. എത്രയോ തവണ ഞാൻ അവിടെ ഡെലിവറിക്ക് പോയിട്ടുള്ള. അതുമാത്രമല്ല, എന്നെ ഷിവു എന്ന് വിളിക്കുന്ന മേഡം മാത്രം. ഓരോ ക്രൈമിന് പിന്നിലും 2 മൈൻഡ് ഉണ്ടാവും. ഒന്നൊരു സ്ട്രോങ് മൈൻഡ്, അത് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. എല്ലായിടത്തും വിളിച്ച് അന്വേഷിച്ചതാ. മറ്റൊന്നൊരു വീക്ക് മൈൻഡ്, എപ്പോഴും ഹൈഡ് ചെയ്തിരിക്കുകയായിരിക്കും. എനിക്കെന്താ പേടിയാവുന്നു സാർ. അങ്ങനെയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാം. പൊന്നു പോലെ നോക്കി വളർത്തിയതാ. ബോഡി നിങ്ങളുടെ ബേസ്മെന്റിൽ നിന്ന് തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്? അവക്ക് ഭ്രാന്താണേ, ആ പെണ്ണുപിള്ളക്ക് ഭ്രാന്താ. നിങ്ങൾ ആദ്യം സ്റ്റേഷനിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും. ക്ലോസ് ദിസ് കേസ് ഇമ്മീഡിയറ്റ്ലി. എന്റെ സഞ്ജയ് കൊന്നത് ഞാനാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യും. സൈക്കോപാത്ത്. കേസും അതൊക്കെ ആയിട്ട് എന്ത് ബന്ധം ഉണ്ടാവാനാ? നിങ്ങൾ ആ ഫോക്കസ് അല്പം ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്ക്. ഏതോ ഒരു പഴയ ബസ് സ്റ്റോപ്പ്. ആവശ്യമുള്ള പ്രൂഫ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇത് ഒരു കൊലപാതകമല്ല സർ. കാരണം ഇവിടെ കഥകൾ ഉണ്ടാക്കുന്നതും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും നിങ്ങളാണ്. May 22nd. It was my birthday. ആ രാത്രിയാണ് ഞാൻ അവനെ അവസാനമായി കണ്ടത്. She is a highly intelligent psychopath. ആ ഡസ്റ്റ്ബിന് ചുറ്റും അഴുക്ക് കിടക്കുന്ന കണ്ടില്ലേ? ഈ ഫയൽസ് മോഡലല്ല ഇരിക്കുന്നത്. അന്ന് ആക്സിഡന്റ് ആയ ടാക്സി നമ്പർ പറയും. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. നോട്ട് ചെയ്യാൻ മറന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബോഡി കംപ്ലീറ്റ്ലി ഡീകമ്പോസ്ഡ് ആണ്. ബ്ലഡ് എല്ലാം ഡ്രെയിൻഡ് ആയിപ്പോയി. സഞ്ജയുടെ മർഡർ നടന്ന സമയം 10 മണിക്കും 1 മണിക്കും ഇടയിലാണെന്നല്ലേ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. But the body was decomposed. How did you estimate the time? വിക്ടിമിന്റെ കൈ കിടന്ന വാച്ച് വെച്ചിട്ടാണ് ഞാൻ ടൈം എസ്റ്റിമേറ്റ് ചെയ്തത്. അത് ഓടുന്നുമില്ലായിരുന്നു, പൊട്ടിയിട്ടുണ്ടായിരുന്നു. പോസിബിളി ബിക്കോസ് ഓഫ് ദ സ്ട്രഗിൾ ഡ്യൂറിംഗ് ദ മർഡർ. ബോഡി ഡീകമ്പോസ്ഡ് ആയി കിട്ടുന്ന അവസ്ഥയിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് വി ക്യാൻ ഡു. What if the watch itself was staged? അങ്ങനെയാണെങ്കിൽ മർഡർ നടന്നിരിക്കുന്നത് ഏത് സമയത്തും ആവാം. നിങ്ങൾ മൈസൂരിലേക്ക് എപ്പോഴാണ് പോയത്? Around 7:38. അതേ സമയം തന്നെയാ സാറേ. ഏതാണ്ട് ഒരു 8:30 ആയി കാണുമല്ലോ. ആ ദിവസം ഞാൻ ബാംഗ്ലൂർ ഇല്ലായിരുന്നു എന്ന് എത്ര തവണ പറഞ്ഞു. അപ്പോൾ വീട്ടിലാരെങ്കിലും ഉണ്ടായിരുന്നു? ആരിക മേഡം ഉണ്ടായിരുന്നു സാർ. അവരെ നീ കണ്ടിരുന്നു? ഇല്ല സാറേ, ഞാൻ കണ്ടില്ലായിരുന്നു. ഒരു 2-3 തവണ ബെല്ലടിച്ചു നോക്കി. അപ്പോൾ അത് അവിടെ വെച്ചേക്കാൻ പറഞ്ഞ് അകത്തൊന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ എനിക്ക് കാണാൻ സാധിക്കാത്ത മറ്റൊരു മൈൻഡ് കൂടിയുണ്ട്. ബട്ട് അത് ആരുടേതാണെന്ന് ആരിക്കയ്ക്ക് മാത്രമേ അറിയൂ. യു ആർ ദ പ്രൈം സസ്പെക്ട് ഇൻ ദിസ് മർഡർ കേസ്. അങ്ങനെയാണെങ്കിൽ ആരിക ബൈ ചാൻസ് ഈ കേസിൽ സസ്പെക്ട് ആയതല്ല. ഇറ്റ് വാസ് ബൈ ചോയ്സ്. എന്റെ പേര് ആരിക. മൈ ഹസ്ബൻഡ് ഇസ് മിസ്സിംഗ്. ആ വീക്ക് മൈൻഡിനെ എനിക്ക് പുറത്തു കൊണ്ടുവന്ന് അതിനെ ബ്രേക്ക് ചെയ്തേ പറ്റൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് ആവശ്യമായ ഉത്തരം ജസ്റ്റ് യെസ് ഓർ നോ. ദാറ്റ്സ് ഓൾ ഐ വാണ്ട്. ആൻഡ് ആ ഉത്തരം സത്യമായ മതിയാവും.
ബാലകൃഷ്ണ, കോർട്ടിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കേ. മാഡം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ അല്ലേ? ജസ്റ്റ് യെസ് ഓർ നോ. നെർവസ് ആകരുത്, വേരിയേഷൻസ് ഉണ്ടാവും. ഐ എം നോട്ട്. നിങ്ങളുടെ പേര് ആരിക. യെസ്, ദാറ്റ്സ് ട്രൂ. അച്ഛൻ്റെ പേര് ശങ്കരപ്പ. അതെ. അമ്മയുടെ പേര് ശോഭ. ശരിയാണ്. നിങ്ങളുടെ വീട് താത്തകുണി എസ്റ്റേറ്റിലാണുള്ളത്. യെസ്. ഇരുപത്തിരണ്ടാം തീയതി രാത്രി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കൊറിയർ വന്നില്ലേ? അത് നിങ്ങളാണോ റിസീവ് ചെയ്തത്? അല്ല. അതവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞോ? ഇല്ല. സഞ്ജയ് കൊല്ലപ്പെട്ട രാത്രി നിങ്ങൾ മൈസൂരിലേക്ക് എപ്പോഴാണ് പോയത്? ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. മാഡം, ജസ്റ്റ് യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ഇത്തരം ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ പറയേണ്ടത് എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞു തരുമോ? ഫൈൻ. 7 മണിക്കാണോ പോയത്? എനിക്കറിയില്ല. 8 മണിക്കായിരിക്കും അല്ലേ? അറിയില്ല. മാഡം, ഐ ഡോണ്ട് കെയർ. ആരിക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളല്ലാതെ ഗിറ്റാർ വായിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? നോ. നിങ്ങൾക്ക് അക്കീറ എന്നൊരു ട്വിൻ സിസ്റ്റർ ഉണ്ടോ? നോ. സഞ്ജയെ കൊന്നത് നിങ്ങളല്ലേ? അല്ല. നിങ്ങളുടെ ഹസ്ബൻഡ് സഞ്ജയെ നിങ്ങളല്ലേ കൊന്നത്? അല്ല. സാർ, അവർ പറയുന്നതെല്ലാം സത്യ. എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം നൽകിയിട്ടുമുണ്ട്. Are you sure? ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് സാർ. സാർ, എന്റെ സർവീസിൽ ഇതുപോലൊരു കേസ് ഞാൻ കണ്ടിട്ടില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. അവര് ബേസിക് ക്വസ്റ്റിന് പോലും ഫെയിലാണ് സാർ. അവരുടെ പേര് പോലും തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. സർ, ഒരു തവണ കൂടെ ടെസ്റ്റ് ചെയ്യണം നമുക്ക്. ഓക്കെ സർ. നിങ്ങളുടെ പേര് അക്കീറ. അല്ല. നിങ്ങൾക്ക് ആരിക എന്നൊരു ട്വിൻ സിസ്റ്റർ ഇല്ലേ? ഇല്ല. 22-ാം തീയതി രാത്രി കൊറിയർ റിസീവ് ചെയ്തത് ആരികയാണ്? കൊറിയർ റിസീവ് ചെയ്തത് ആരികയല്ലേന്ന്?
I want you to answer for the records. Yes. സി അക്കീറ, സത്യം മറച്ചുവെക്കുന്നതിൽ ഇനി ഒരു അർത്ഥമില്ല. ഇന്റലിജൻസ് ഇസ് നോട്ട് ജസ്റ്റ് നോയിങ് വെൻ ടു ഫൈറ്റ്, ഇറ്റ്സ് ഓൾസോ നോയിങ് വെൻ ടു ഗിവ് അപ്പ്. നിങ്ങൾ ഈ കൊല ചെയ്തിട്ടില്ല, എന്നിട്ട് ഇവിടെ ഇരിക്കുന്നില്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയാ, ആർക്കു വേണ്ടിയാ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരേ ഒരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് മാത്രമാണ്. ഇറ്റ്സ് ടൈം ടു കൺഫസ് എവറിത്തിങ്. അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണ്ട, നിങ്ങളുടെ നിധിക്ക് വേണ്ടി ചെയ്യും. After all these years, നീതി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിമിഷവും ദിവസമൊക്കെയാണ് കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല സർ. യു വിൻ ഇൻസ്പെക്ടർ. ശരിയാണ്, ഞാനാണ് അക്കീറ. അങ്ങനെയാണെങ്കിൽ മാത്യു പറഞ്ഞത് സത്യമാണെന്നല്ലേ? ആരിക ഇപ്പൊ എവിടെയുള്ള? എല്ലാ പ്രശ്നങ്ങളിലേക്കും തള്ളിവിട്ട് അവൾ എന്നും എന്നെ ഒറ്റയ്ക്കാക്കി പോയിട്ടേ ഉള്ളൂ. ഇത്തവണയും അതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ടുള്ളത് ഹലോ കുഞ്ഞൂസേ. മുത്തശ്ശ, ആ മാത്യു ഇപ്പൊ എവിടെയുള്ള? ഐ നീഡ് സം ആൻസേഴ്സ് മുത്തശ്ശ. പ്ലീസ് മുത്തശ്ശ, അയാൾ പിന്നെ എപ്പോഴും അങ്ങോട്ട് വന്നേ? എന്താ പറഞ്ഞ അയാള്? അയാൾ തിരിച്ചു വന്നില്ല മോളെ. കേസ് അവസാനിച്ചതോടെ അയാൾക്ക് ഭ്രാന്തായെന്ന് അറിഞ്ഞത്. നിധി നിന്റെ ശരിക്കുള്ള അമ്മ അക്കീരയാ മോളെ. അവളെ കൊന്നു കളഞ്ഞിട്ട് ആരിക നിന്നെ അവളുടെ സ്വന്തം മകളെപ്പോലെ വളർത്തിക്കൊണ്ടിരിക്കുക എന്നാണ് അവൻ ഇവിടെ വന്ന് അലറിയത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ സൂയിസൈഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് മോളെ ഞാൻ അറിഞ്ഞത്. മോമി ഗിറ്റാർ ഒന്ന് വായിക്കോ? നിധി, നീ ഇപ്പം ഇതെന്തിനാ എടുത്തോണ്ട് വന്നേ? മോം, എനിക്കൊരു മ്യൂസിക് ചാലഞ്ച് ഉണ്ട്. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അമ്മ ഇത് വായിക്കുമെന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു പോയി അമ്മ. മാത്രമല്ല മോം ഇത് വായിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. എനിക്കിതിപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യണം അമ്മേ. പറ്റില്ലെന്ന് പറയില്ല പ്ലീസ്. ഞാനിത് വായിച്ചിട്ട് കുറേയധികം വർഷങ്ങളായി നിധി. മോൾ ഇതല്ലാതെ മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചോ? അങ്ങനെ പറയില്ല അമ്മേ, ജസ്റ്റ് ഒന്ന് വായിച്ചാ പോരെ? ഇതെന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. എൻ്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ നാണം കിടന്ന കാര്യം അമ്മേ. പ്ലീസ് അമ്മേ, പ്ലീസ് സേ യെസ്. പ്ലീസ് മോം. അമ്മേ, അമ്മ റെഡിയല്ലേ? മോളെ ചിലപ്പോൾ ശരിയാവില്ല. ഒരു മിനിറ്റ്. ഓക്കെ.
അക്കീര വേറെയാണെന്നും ആരിക വേറെയാണെന്നുള്ള കാര്യം. അക്കീര വാസ് ബോൺ ടു പ്ലേ ഗിറ്റാർ സർ. ഇവൾക്ക് ഗിറ്റാർ ഒന്നും പിടിക്കാൻ പോലും അറിയില്ല സർ. അമ്മേ, അമ്മേ, നിനക്ക് എന്ത് പറ്റി നിധി? എന്റെ അടുത്തേക്ക് വരരുത്, മാറി നിൽക്ക്. എന്താ നിധി? ഞാനിപ്പോ എന്താ ചെയ്തേ? എല്ലാം ചെയ്തത് നിങ്ങൾ തന്നെയല്ലേ. എന്റെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് പോലും ഡിസൈഡ് ചെയ്തത് നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ. വെൽ ഡൺ, ഹാറ്റ്സ് ഓഫ് ടു യു അമ്മേ. അമ്മയെന്നോ, അതും ഒരു വലിയ നുണയായിരുന്നല്ലോ. What has gotten into you? നീ എന്താ മോളെ എന്നെ തൊടരുത്. You are not my mom. You are a murderer. You are a murderer. ഇത്രയും വർഷം നിങ്ങൾ കുറെ വേദനകളിലൂടെ കടന്നു പോവാന്നാ ഞാൻ വിചാരിച്ചത്. ബട്ട് ഐ വാസ് റോങ്. ഇറ്റ്സ് ഗിൽട്ട്. എൻ്റെ അച്ഛനെ അമ്മയെ കൊന്നതിന്റെ ഗിൽട്ടായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾക്ക് ഒരിക്കലും എന്നോട് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റാതിരുന്നത്. നിങ്ങൾ ഒരിക്കലും മനസ്സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല. ആരാ മോളെ നിനക്ക് ഈ നുണയൊക്കെ പറഞ്ഞു തരുന്നത്? ഇതെനിക്ക് ആരും പറഞ്ഞു തന്നതല്ല. മുത്തശ്ശന്റെ കയ്യിലുണ്ടായിരുന്ന കേസ് ഫയൽസിൽ നിന്ന് സത്യങ്ങളെല്ലാം ഞാനായിട്ട് തന്നെ മനസ്സിലാക്കിയതാ. ഏതോ ഫയൽസിൽ എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം സത്യമാണെന്നാ കരുതി? അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാ ഗിറ്റാർ കൊണ്ടു തന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്തത്. എല്ലാരെയും പോലെ നിനക്ക് ഞാനൊരു ടെസ്റ്റ് സബ്ജക്റ്റ് ആയല്ലേ? ഇറ്റ്സ് നോട്ട് ദ സെയിം. അവരുടെ എല്ലാ ലൈഫിൽ നിങ്ങൾ വെറും ഭാഗം മാത്രമാണ്. ബട്ട് ടു മീ യു ആർ മൈ ഹോൾ ലൈഫ്. നീ ടെസ്റ്റ് നടത്തിയല്ലോ, സത്യമെല്ലാം മനസ്സിലാക്കുകയും ചെയ്തല്ലോ. ഇനിയിപ്പോ ഞാൻ എന്താണാവോ ചെയ്തു തരണ്ടേ? സത്യം അതാണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എല്ലാ സത്യങ്ങളും നിങ്ങളുടെ വായിന്ന് എനിക്ക് കേട്ടേ മതിയാവും. ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ് വാണ്ടഡ്. ഇനിയെങ്കിലും ഒന്ന് പറയേ. ഈ ജീവിതത്തിൽ വീണ്ടും ഒരു തവണ കൂടി ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നു ഞാൻ അറിഞ്ഞില്ല. അതും എൻ്റെ സ്വന്തം മകളുടെ മുമ്പിൽ. നിന്റെ മുത്തശ്ശൻ ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. അന്ന് ഞാനത് പറഞ്ഞത് എൻ്റെ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ അതിനു വേണ്ടി തന്നെ വീണ്ടും ഞാൻ പറയണല്ലേ. എൻ്റെ അച്ഛനൊരു ആൺകുഞ്ഞ് വേണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അച്ഛൻ്റെ പ്രാർത്ഥന ആരും കേട്ടില്ല. ഉണ്ടായതോ ഒന്നല്ല 2 പെൺകുട്ടികൾ. ആരിക അയാൾ വളർത്താൻ തീരുമാനിച്ചു. എന്നിട്ട് എന്നെ നേഴ്സ് നാൻസിയുടെ കയ്യിൽ കൊല്ലാൻ ഏൽപ്പിച്ചു. പക്ഷെ തനിച്ചായിരുന്ന നാൻസിക്ക് ആ കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് ആ നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് മാറി മറ്റാരും അറിയാതെ എന്നെ സ്വന്തം മകളെ പോലെ അവർ വളർത്തി. സാർ, അവൾ പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കണമെന്നുണ്ടോ? ഈ ഇരട്ട കുട്ടികളെ കഥയൊന്നും ഇല്ലെന്നേ. എല്ലാം വെറും കെട്ടുകഥകളാ. കെട്ടുകഥകളാണെങ്കിൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന കഥ പറഞ്ഞാൽ പോരെ അവർക്ക്? അവർ പറയുന്നതൊക്കെ കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഗേറ്റ് വിട്ട് പോകാൻ എനിക്ക് അനുവാദമില്ലായിരുന്നു. അവർ തന്നെ എനിക്ക് എഴുത്തും വായന എല്ലാം പറഞ്ഞു തന്നെ. ഗിറ്റാർ വായിക്കാൻ പഠിപ്പിച്ചതും അവർ തന്നെ. സർ, അത് അവർ പറയുന്നതനുസരിച്ച് കനകപുരം എസ്റ്റേറ്റിൻ്റെ അടുത്ത് നാൻസി എന്നൊരു നേഴ്സ് ജീവിച്ചിരുന്നു. പക്ഷേ അവരുടെ കൂടെ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നതായിട്ട് യാതൊരു പ്രൂഫില്ല സർ. ഒരു ദിവസം ടി വിയിൽ ശങ്കരപ്പ എന്നൊരു മഷ്റൂം ഫാമറെ പറ്റി വാർത്ത വന്നു. ആ ടെലികാസ്റ്റിൽ എന്നെപ്പോലെ തന്നെ ഒരു പെൺകുട്ടി. ആദ്യം എനിക്ക് വിശ്വസിക്കാനായില്ല. ആ ഫാമറുടെ മകളായിരുന്നു ആ പെൺകുട്ടി. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. നാൻസിയോട് ഞാൻ കാര്യങ്ങൾ തിരക്കി. എല്ലാ സത്യങ്ങളും അവർ തുറന്നു പറഞ്ഞു. സർ, നാൻസി ഒരിക്കൽ വീട് വൃത്തിയാക്കുന്ന സമയത്ത് മോളിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു അറിഞ്ഞത്. ആ സമയത്ത് പത്രങ്ങളിൽ ആ വാർത്ത വന്നിരുന്നു. പിന്നീട് ഞാൻ ആ
പെൺകുട്ടിയെ തിരഞ്ഞിറങ്ങി. ഒടുവിൽ ഫാമിലെത്തി. ആരികയെ ഞാൻ നേരിൽ കണ്ടു. ആദ്യം അവൾ എന്നെ കണ്ട് വല്ലാതെ പേടിച്ചു. ബട്ട് ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ എവറിത്തിങ് ചേഞ്ച്ഡ്. ബാലകൃഷ്ണ സർ, താൻ ആ ബോർഡിലൊന്ന് ആരിക എന്ന് എഴുതിയേ. ഇനി അതൊന്ന് ഇൻവേഴ്സ് ആയിട്ട് എഴുതാം. സർ, Hello, ma'am. Arvind here. I need your help with the case. Bye, ma'am. പ്ലീസ്. യുവർ സസ്പിഷൻ വാസ് റൈറ്റ്, അരവിന്ദ്. ഞാൻ നടത്തിയ ടെസ്റ്റുകളിലൂടെയും സെഷൻസിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആരിക ഈസ് സഫറിംഗ് ഫ്രം എ മെന്റൽ ഡിസോർഡർ. ഇറ്റ്സ് എ സീരിയസ് കണ്ടീഷൻ ഓഫ് സ്കിസോഫ്രീനിയ. ആരിക വാസ് ലോൺലി ആൻഡ് ട്രോമറ്റൈസ്ഡ്. മദ്യപിച്ചെത്തുന്ന അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നതാണ് അവൾ എന്നും കണ്ടിട്ടുള്ളത്. ഏത് സമയവും അവർ തമ്മിൽ വഴക്കായിരുന്നു. രണ്ടുപേരും ആ കുട്ടിയെ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ആരികയുടെ ജീവിതം മുഴുവൻ നരകതുല്യമായിരുന്നു. ഞങ്ങളും തീരുമാനിച്ചു മറ്റൊരു കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം പുറം ലോകം അറിയണ്ടെന്ന്. ആരും കാണാതിരിക്കാൻ വേണ്ടി ആരിക എന്നെ അവളുടെ റൂമിന്റെ മച്ചിൽ ഒളിപ്പിക്കുമായിരുന്നു. We felt safe with each other. അവളുടെ ആ ലോൺലിനെസ്സിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഷീ ഡെസ്പറേറ്റ്ലി നീഡഡ് സംവൺ. എന്നും അവൾ എനിക്ക് ഭക്ഷണം തരുമായിരുന്നു. എന്നിട്ട് പിന്നെയും വിശക്കുന്നു എന്ന് അവൾ വീട്ടിൽ കള്ളം പറയും. ഞങ്ങൾ സംസാരിക്കുന്ന മറ്റാരെങ്കിലും കേൾക്കുമ്പോൾ പാവകളുമായി സംസാരിക്കാമെന്നും പറഞ്ഞ് അവളത് മാനേജ് ചെയ്തു. മീറ്റ് ദ റിയൽ അക്കീറ. അക്കീറ ആരികയുടെ ഇമാജിനേഷനിലുള്ളൊരു കഥാപാത്രമാണ്. ഷീസ് നോട്ട് റിയൽ. അവൾ തനിച്ചല്ല, രണ്ടുപേരുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. അത് അവൾ ജീവിതത്തിലും പ്രാവർത്തികമാക്കി. ഞങ്ങൾ രണ്ടുപേരും തനിച്ച് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. അവർ പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോ കോഡ് ഉണ്ടാക്കി. സർ, ഇറ്റ്സ് എ കോഡ്. 2 തവണ റെക്കോർഡായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം അക്കീറ, ഐ നീഡ് യു ഹിയർ. സെക്കൻഡ് ടൈം ആരിക, ഇറ്റ്സ് ഓൾ യുവർ ഫോൾട്ട്. കൂടുതൽ കെയർഫുൾ ആവുന്നതിന് ഞങ്ങൾ ഒരുപാട് റൂൾസ് ഉണ്ടാക്കി. ഞങ്ങളിൽ ആരെങ്കിലും പുറത്തു പോയി തിരിച്ചെത്തിയ പോയി വന്ന ആൾ മസ്റ്റായിട്ടും ഡയറിയിൽ ആ കാര്യങ്ങൾ എഴുതണമായിരുന്നു. മറ്റേയാൾ പുറത്തു പോകുമ്പോൾ ആ ഡയറി വായിച്ചു നോക്കി അതിനനുസരിച്ച് ബിഹേവ് ചെയ്യണമായിരുന്നു. ഈ ഹാൻഡ് റൈറ്റിംഗ് ആരികയുടേതാണ്, ഡ്രിവൺ ബൈ സ്ട്രോങ് ഇമോഷൻസ്. എന്നാൽ ഈ ഹാൻഡ് റൈറ്റിംഗ് അക്കീരയുടേതാ. ഇതിൽ അവളുടെ ആർട്ടിസ്റ്റിക്കും ക്രിയേറ്റീവുമായ സൈഡ് കാണും. രണ്ടും കാഴ്ചയിൽ ഡിഫറെൻ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ആ സമയത്തായിരുന്നു ആരിക സഞ്ജയ് കണ്ടുമുട്ടിയത്. സഞ്ജയ് കണ്ടതും പരിചയപ്പെട്ടതും ആരികയാണ്. പക്ഷെ അവൻ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടത് അക്കീരയാണ്. ആൻഡ് ദെൻ ആരിക പ്രഗ്നൻ്റായി. അവൾ സഞ്ജയ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് എന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയി. എൻ്റെ സ്വന്തമായിരുന്നു ഒന്ന് മാത്രം, ഗിറ്റാർ. അതുമായി ഞാൻ യാത്ര ചെയ്തു. പബ്ബിലും മറ്റ് പാർട്ടി സ്പേസുകളിലും ഞാൻ ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ പെർഫോം ചെയ്തു. ആ ഗിറ്റാറിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഹോട്ടലുകളിലും ലോഡ്ജിലുമെല്ലാം ഞാൻ തങ്ങി. ഐ ജസ്റ്റ് വാണ്ടഡ് ടു മൂവ് ഓൺ ആൻഡ് ദാറ്റ്സ് വെൻ ഐ മെറ്റ് മാത്യു. ബട്ട് ഫേറ്റ് ഹാഡ് അതർ പ്ലാൻസ്. ഒരു ദിവസം ഞാൻ പ്ലേ ചെയ്തിരുന്ന പബ്ബിൽ തന്നെ സഞ്ജയ് എത്തി. ഹി സ്പോട്ടഡ് മീ. വി ബോത്ത് വർ ഷോക്ക്ഡ്. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവൻ സ്നേഹിക്കുന്ന ആള് ഞാനല്ലാന്ന്. ആരികയുമായി അവൻ അത്ര ഹാപ്പി ആയിരുന്നില്ല. ഇത്തവണ അവനെ വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറായില്ല. ആരിക ഒരു കാരണമാക്കി ഞാൻ മാത്യുവായി ബ്രേക്കപ്പ് ആയി.
Sanjay and I started having an affair. And this time, I was pregnant. പിന്നെ ഞാൻ ആരികയോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ ആരികയുടെ സിസ്റ്ററാണെന്ന് സഞ്ജയ്ക്ക് മനസ്സിലായി. ആരികയും അവനും തമ്മിൽ വലിയ വഴക്ക് നടന്നു. അങ്ങനെയാണ് സഞ്ജയ് വീട് വിട്ടു പോകുന്നത്. പേടിച്ചു പോയ ഞാൻ വണ്ടി എടുത്തിറങ്ങി. അവൾക്ക് ആ കാറിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അവൾ അവളുടെ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവൾ മൈസൂരിലെത്തിയിരുന്നു. ഇത്തരമൊരു ബ്ലാക്ക് ഔട്ടിനെ ഞങ്ങൾ ഫ്യൂക്ക് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. സഞ്ജയുടെ മനസ്സിൽ സത്യത്തിൽ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഉദ്ദേശത്തിൽ അവൻ്റെ വരവും കാത്ത് ഞാൻ ഉപയോഗിക്കാറുള്ള ഡ്രസ്സിട്ട് വിഗ്ഗു അണിഞ്ഞ് ആ ഒരു രാത്രി ആരിക അക്കീറയായി മാറി. സഞ്ജയ് തിരിച്ചെത്തി. ഞാൻ വിരിച്ച ട്രാപ്പിൽ വീണു. മുമ്പ് അവൾക്ക് കൊടുത്ത അതേ ഗിഫ്റ്റ് വീണ്ടും അവൾക്ക് തന്നെ കൊടുത്തു. ആരികയ്ക്ക് അക്കീരയല്ലാതെ മറ്റാരെയും തന്നെ വിശ്വാസമില്ല. സഞ്ജയല്ലാതെ മറ്റാരെയും അവൾ സ്നേഹിച്ചിട്ടുമില്ല. ഈ ഗിഫ്റ്റ് ഞാൻ നിനക്ക് വേണ്ടി തന്നതാണ്. ഞാൻ സ്നേഹിച്ചത് നിന്നെ മാത്രമാണ്, അല്ലാതെ ആരികയല്ല. അവൾക്കൊപ്പം ഞാൻ ജീവിച്ചതെല്ലാം നുണയായിരുന്നു. ഇറ്റ് വാസ് സഫോക്കേറ്റിംഗ്. ഇനി എനിക്കത് പറ്റില്ല അഖില. ഇറ്റ് വാസ് ഓൾവേസ് യു. പക്ഷെ അന്ന് രാത്രി അവൻ അവളോട് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും അവൾക്ക് അംഗീകരിക്കാനാവുന്നതായിരുന്നില്ല. ഇറ്റ് ബ്രോക്ക് ഹെർ. ഡു യു ലവ് മീ? യെസ്. Yes. Do you love me more than anything else in the world? More than anything else in the world? Arika, is that you? Promise me, you will never stop loving me. I promise. I promise. But you promised. What? You promised. ഇത്രയും നേരം ഞാൻ സംസാരിച്ച ആരികയോടായിരുന്നു. But you promised. Sanjay. Sanjay. I'm sorry, Sanjay. I didn't want you to break your promise. നീ എനിക്ക് തന്ന പ്രോമിസ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ എങ്ങനെ സമ്മതിക്കാം സഞ്ജയ്? I'm sorry, സഞ്ജയ്. മറ്റാരെക്കാളും ആരിക തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. ഞാൻ തിരിച്ചെത്തിയപ്പോൾ ആരിക എങ്ങനെ രക്ഷിക്കാമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. സഞ്ജയ്സ് മർഡർ വാസ് എ പീക്ക് പോയിന്റ്. സഞ്ജയ് അവൾ തന്നെയാണ് കൊന്നത് എന്നുള്ള കാര്യം അവളുടെ മനസ്സിൽ അംഗീകരിക്കാനായില്ല. ആ ഒരു സംഭവത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി പോലും അവൾക്കില്ലായിരുന്നു. ദാറ്റ്സ് വെൻ അക്കീര ടുക്ക് ഓവർ കംപ്ലീറ്റ്ലി. ആരികയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള ആഘാതങ്ങളെ ഫേസ് ചെയ്യാൻ നമ്മളുടെ മനസ്സ് തന്നെ ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യും. എ ഫോൾസ് റിയാലിറ്റി. ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ഞങ്ങൾ രണ്ടാളും തനിച്ച് തന്നെയാണ് ജീവിച്ചിരുന്നത്. ഞങ്ങൾ ട്വിൻസ് ആണെന്നുള്ളതിന് യാതൊരു പ്രൂഫും കൊടുക്കാതെ അത്ര കെയർഫുള്ളായിട്ടാണ് മുന്നോട്ട് പോയത്. ഞങ്ങൾ ഒന്നല്ല 2 പേരുണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ ആർക്കും സാധിച്ചിരുന്നില്ല. സർ, ഇവര് ട്വിൻസ് അല്ലെന്നുള്ള കാര്യം ഉറപ്പായ സ്ഥിതിക്ക് കൊല നടന്ന സമയത്ത് മൈസൂരിൽ എങ്ങനെ ഇവരെത്തിപ്പെട്ടു? വാച്ച് സർ, ദ വാച്ച് മനഃപൂർവ്വം ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് ഒരു അലിബയെ ക്രിയേറ്റ് ചെയ്യായിരുന്നു അവര്. തിരിച്ചു വന്ന ആക്സിഡന്റ് ആയ സമയത്തിലേക്ക് സഞ്ജയുടെ വാച്ച് സെറ്റ് ചെയ്ത് അയാളുടെ കയ്യിൽ അണിയിച്ചു. ദാറ്റ്സ് വാട്ട് ഷോഡ് അപ്പ് ഇൻ ദ ഫോറൻസിക് റിപ്പോർട്ട്. വേറെ എവിഡൻസുകളൊന്നും ലഭിക്കാതിരിക്കാൻ ബോഡി ഡീകമ്പോസ്ഡ് ആകാനായിട്ട് വെയിറ്റ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞ് ബോഡി കിട്ടിയെന്ന് നമ്മളോട് പറഞ്ഞു. വീട് ക്ലീൻ ചെയ്തതും വെപ്പൺ ഡിസ്പോസ് ചെയ്തതും അവർ തന്നെയാണ്. സഞ്ജയുടെ ഓഫീസ് ക്യാഷ് മാറ്റിവെച്ച് നമ്മളെ മിസ്ലീഡ് ചെയ്തു. നമ്മോടൊപ്പം ഇപ്പോൾ അക്കീര പറഞ്ഞിരിക്കുന്നത് ആരിക കുറേ നാളുകൾക്ക് മുൻപ് അബ്സ്കൗണ്ടിങ് ആയെന്നാണ്. ആരികയെ ട്രീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവൾ സ്വയമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അപകടകാരിയായി തീരില്ല എന്ന് അവളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഷീ ഹാസ് ടു ബി ക്ലിനിക്കലി ട്രീറ്റഡ് അറ്റ് എ സൈക്യാട്രിക് ഫെസിലിറ്റി. അവരുടെ കണ്ടെത്തലിൽ ഞാൻ മെൻ്റലി അൺസ്റ്റേബിൾ ആയിരുന്നു. മെഡിക്കൽ ഹെൽപ്പ് വേണമെന്ന് അവർ പറഞ്ഞു. അത് ഞാൻ അഡ്മിറ്റ് ചെയ്തു. എല്ലാ വേദനയും സഹിച്ചത് നിനക്കൊരാൾക്ക് വേണ്ടിയാ. കംപ്ലീറ്റ്ലി ഞാൻ നോർമൽ ആകാൻ വേണ്ടി. എനിക്ക് കിട്ടാതെ പോയ ആ ജീവിതം നിനക്ക് നൽകാൻ വേണ്ടി. ഒരിക്കലും ഒരു വേദനയും വിഷമവും അറിയിക്കാതെ ഞാൻ നിന്നെ ഇത്രയും നാളും വളർത്തി. പക്ഷെ ഇപ്പൊ കണ്ടില്ല, ഞാൻ തന്നെ നിനക്ക് വലിയൊരു വേദനയായി. I'm so sorry, നിധി. അല്ലമ്മ, തെറ്റ് ചെയ്തതല്ല ഞാനാ. You have sacrificed so much for me. ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാരും പറഞ്ഞതല്ല ഞാനും വിശ്വസിച്ചു.
അവരെല്ലാരും പോലെ ഞാനും അമ്മയെ ഹേർട്ട് ചെയ്യുമായിരുന്നല്ലോ. ഐ ആം വെരി സോറി അമ്മ. ദൂരെ പറഞ്ഞോളൂ. സർ, 2 ദിവസമായിട്ട് എൻ്റെ ഫാദർ ഇൻ ലോയെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫോണും നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. മിസ്സിംഗ് ആണോ എന്ന് എൻ്റെ സംശയം. ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ചോ? എല്ലാ സ്ഥലത്തും അന്വേഷിച്ചതാണ് സർ. സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ മുത്തശ്ശനെ ആരും കണ്ടിട്ടേ ഇല്ല. വി ആർ വെരി വറീഡ്. ഒന്ന് വേഗം എന്തെങ്കിലും ചെയ്യണേ സർ. ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഹാ. സർ, സർ, കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഒരു കേസ് ഫയൽ അയച്ചിട്ടുണ്ട്. സർ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഷിരസംഗിയിലേക്ക് എത്തണമെന്നും പറഞ്ഞു. എന്ത് കേസാ പവൻ? സൂയിസൈഡ് കേസാണെന്നാ പറഞ്ഞു. സൂയിസൈഡ് എന്ന് കണ്ടെത്തിയ പിന്നെ കേസ് എന്താ? സൂയിസൈഡ് ചെയ്തിരിക്കുന്നത് ഒരാളല്ല സാർ, 8 പേരാണ്. സീരിയൽ മർഡർ എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, പക്ഷേ ഇത് സീരിയൽ സൂയിസൈഡ് എന്നാണ് പറയുന്നത്. ഓരോരുത്തരും മരിച്ചിരിക്കുന്നത് പല രീതിയിലാണ് സാർ, പക്ഷേ എല്ലാവരും മരിച്ചിരിക്കുന്നത് ഒരേ സമയത്ത് രാത്രി 12:30 മണിക്ക്. സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മരിച്ചവരെല്ലാം തന്നെ നെയ്ക്കഡ് ആയിരുന്നു സർ. അവസാനമായിട്ട് മരിച്ച വ്യക്തി ഇതിനു മുമ്പ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഈ സ്റ്റേഷനിൽ നിന്ന് അയച്ച പോലീസ് ഓഫീസറായിരുന്നു. എന്നാ പിന്നെ തുടങ്ങുകയല്ലേ?